ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹവും ആദരവും നിറഞ്ഞ നേതാക്കളെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യുവത്വം ഫാസിസത്തിന് പ്രതിരോധമൊരുക്കുന്നു എന്ന തലക്കെട്ടിൽ നടക്കുന്ന യൂത്ത് മൊമെൻറ്റം സെഷനാണ് ഇനിയിവിടെ നടക്കാനിരിക്കുന്നത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഫാസിസ്റ്റ് വിരുദ്ധ ആക്ടിവിസ്റ്റുകളായി അറിയപ്പെടുന്നവരും എഴുത്തുകാർ, മീഡിയ പ്രവർത്തകർ, നിയമരംഗത്ത് പ്രവർത്തിക്കുന്നവർ, ചാരിറ്റി രംഗത്ത് പ്രവർത്തിക്കുന്നവർ, സംഘടനാ തലത്തിൽ വർക്ക് ചെയ്യുന്നവർ, NGO പോലെയുള്ള സംവിധാനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, പ്രായോഗിക തലത്തിൽ വലിയ സ്റ്റെപ്പുകൾ എടുക്കുന്ന, ഒരുപക്ഷെ ഇന്ത്യയിൽ ഈ രംഗത്ത് ഭാവിയിൽ വലിയ രൂപത്തിൽ അറിയപ്പെടാൻ സാധ്യതയുള്ള, നാം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തെ അതിശക്തമായി പ്രായോഗിക തലത്തിൽ കൊണ്ട് നടക്കുന്ന ചില വ്യക്തികളാണ് ഇന്ന് നമ്മുടെ ഈ സെഷനിൽ അതിഥികളായി ഉള്ളത്. ഒരുപക്ഷെ നമ്മുടെ 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഡെലിഗേറ്റ്സ് കോൺഫറൻസിലെ അതിപ്രധാന സെഷനുകളിലൊന്നാണ് ഇത് എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. ഈ സെഷൻ മോഡറേറ്റർ എന്ന അർത്ഥത്തിൽ ഇതിനെ കൈകാര്യം ചെയ്യുന്നത് സോളിഡാരിറ്റിയുടെ സംസ്ഥാന സമിതി അംഗം ഷംസീർ ഇബ്രാഹിം സാഹിബാണ്. ഇതിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നത് ദ ക്വിൻറ്റ് എന്ന മീഡിയയുടെ സീനിയർ എഡിറ്റർ ആദിത്യ മേനോൻ സാഹബ്, അതുപോലെ തന്നെ ആൾ ആസാം മൈനോറിറ്റി സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡൻറ്റ് റിജാ ഉൽ കരീം സർക്കാർ, അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള മുസ്തഫ ഖദ്ദാം ഹുസൈൻ കൂടി അദ്ദേഹത്തിൻ്റെ കൂടെ അതിഥിയായി, ഒരുപക്ഷെ നാം അദ്ദേഹത്തെ നേർക്കുനേരെ വിളിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹം അതിഥിയായി നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട്. ആ സന്തോഷം കൂടി നമ്മൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ മൈൽസ് ടു സ്മൈൽ ഫൗണ്ടേഷൻ, ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഫൗണ്ടേഷനാണ്. വിക്ടിംസ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് ഡൽഹി റയറ്റിലും അതുപോലെയുള്ള വിവിധ കലാപങ്ങളിലും ഇരകളാക്കപ്പെട്ടിട്ടുള്ള കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി ഉണ്ടായി വന്ന ഒരു ഫൗണ്ടേഷനാണ്. അതിൻ്റെ ഡയറക്ടറും അതുപോലെ തന്നെ ഫൗണ്ടറുമാണ് ആസിഫ് മുജ്തബ. അദ്ദേഹം ഇതിൽ സംവദിക്കുന്നുണ്ട്. SIO ഓഫ് ഇന്ത്യ പ്രസിഡൻറ്റ് സൽമാൻ അഹമ്മദ്, നമുക്ക് പരിചയമുള്ള മുഖമാണ്, അദ്ദേഹവും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. SIOവിൻ്റെ മുൻ അഖിലേന്ത്യാ പ്രസിഡൻറ്റും ഇപ്പോൾ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് കർണാടകയുടെ പ്രസിഡൻറ്റുമായിട്ടുള്ള ലബീദ് ഷാഫി ഇവിടെ നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും പരിചിതനായിട്ടുള്ള സാമൂഹിക പ്രവർത്തകൻ റാസിഖ് റഹീം, SIOവിൻ്റെ ജനറൽ സെക്രട്ടറി അൻവർ സലാഹുദ്ദീൻ, ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് കേരളയുടെ ആക്ടിംഗ് പ്രസിഡൻറ്റ് ഷഫറിൻ KM, വിദ്യാർത്ഥി നേതാവായി ഡൽഹിയിലും സമരരംഗത്തൊക്കെ അറിയപ്പെട്ട നിത പർവീൻ, GAO കേരളയുടെ സംസ്ഥാന സെക്രട്ടറി സമർ അലി, മക്തൂബ് മീഡിയയുടെ പ്രതിനിധി ഷഹീൻ അബ്ദുള്ള തുടങ്ങിയിട്ടുള്ള വളരെ പ്രഗത്ഭരായ വ്യക്തികളുടെ ഒരു വലിയ പാനലാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. ഇത് പ്രസംഗപ്രധാനം എന്നതിനേക്കാൾ കൂടുതൽ വിഷയത്തിലൂന്നിക്കൊണ്ടുള്ള അവരുടെ പങ്കാളിത്ത ചർച്ചയായിരിക്കും ഇവിടെ നടക്കുക. ഹം സബ് ഗസ്റ്റ് ലോഗോं को हमारे दिल के गहराइयों से खुशामदीद करते हैं. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് के नाम से आपको കേരള में हम स्वागत करते हैं. അപ്പോൾ ഈ സെഷൻ അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ മോഡറേറ്റർ സോളിഡാരിറ്റി സംസ്ഥാന സമിതി അംഗം ഷംസീർ ഇബ്രാഹിം സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. കമാ സ്വല്ലൈത വസല്ലംത വബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം
വേദിയിലുള്ള ബഹുമാന്യരായ സാമൂഹിക പ്രവർത്തകരെ, വിദ്യാർത്ഥി യുവജന നേതാക്കളെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, സമ്മേളന പ്രതിനിധികളെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ സെഷൻ്റെ ഒരു തലക്കെട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് യുവത്വം ഫാഷിസത്തിന് പ്രതിരോധമൊരുക്കുന്നു എന്ന പൊതുവായ ഒരു തലക്കെട്ടാണ്. യൂത്ത് റെസിസ്റ്റ് ഫാഷിസം. പ്രത്യേകിച്ച് നമുക്ക് ഇത് ഇപ്പോൾ ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ കേരളത്തിൽ നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ക്ഷണിച്ചുകൊണ്ട് നമ്മുടെ ഒരു സമ്മേളന പരിപാടിയിൽ ഒരു സെഷനായി ഉൾപ്പെടുത്തിക്കൊണ്ട് ചർച്ച ചെയ്യുന്നതിൻ്റെ ഒരു പശ്ചാത്തലവും പ്രാധാന്യവും വിശദീകരിച്ച് പറയണമെന്ന് തോന്നുന്നില്ല. 2014 ശേഷം പ്രത്യേകിച്ചും നമ്മൾ ക്യാമ്പസുകളിലായാലും യൂണിവേഴ്സിറ്റികളിലായാലും നമ്മുടെ തെരുവുകളിലായാലും നമ്മുടെ മാധ്യമ ചർച്ചകളിലായാലും നമ്മുടെ ചായക്കടകളിലെ ചെറിയ സംഭാഷണങ്ങളിൽ പോലായാലും നമ്മുടെയൊക്കെ ആലോചനകളിലും എഴുത്തുകളിലും സംസാരങ്ങളിലും പരിപാടികളിലുമൊക്കെ കടന്നു വരുന്ന ഒരു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു സാമൂഹിക രാഷ്ട്രീയ ഭീഷണി ആണ് ഇന്ത്യയിലെ ഹിന്ദുത്വ ഫാഷിസം എന്ന ബോധ്യമുള്ളവരാണ് നമ്മളെല്ലാവരും. അതിനെതിരെയുള്ള വിവിധങ്ങളായ പ്രതിരോധങ്ങൾ, പ്രതികരണങ്ങൾ, അതിനോടുള്ള അതെങ്ങനെ ഇത്തരത്തിലുള്ള ഈ ഒരു വലിയ ഭീഷണി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ ഏത് തരത്തിലും ഏത് ആഴത്തിലും പരപ്പിലുമൊക്കെ അതിനെതിരെയുള്ള റെസിസ്റ്റൻസ് കെട്ടിപ്പടുക്കണമെന്നതിനെ സംബന്ധിച്ച് മുസ്ലിം സമൂഹത്തിനകത്ത് സംഘടനകളായാലും സാമൂഹിക പ്രവർത്തകരായാലും ഇവിടെയുള്ള വ്യത്യസ്ത തലങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ പോലുള്ളവരായാലും പല തരത്തിലുള്ള പ്രതികരണങ്ങൾ ഹിന്ദുത്വ ഫാഷിസത്തിനെതിരിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നും നമുക്കറിയാം. ഒരു കാര്യം നമ്മൾ അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കുന്നത്, ഈ ചർച്ച ചെയ്യുന്ന ഹിന്ദുത്വ ഫാഷിസം എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ അധികാരത്തിൽ വരുന്ന ഒരു പാർട്ടിയുടെ കേവലമായൊരു രാഷ്ട്രീയ അധികാരം എന്ന തലത്തിലല്ല നമ്മളാരും തന്നെ അതിനെ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ ഈ പരിപാടി നടത്തുന്ന കേരളത്തിൽ ഈ ഹിന്ദുത്വ ഫാഷിസത്തിൻ്റെ രാഷ്ട്രീയാധികാരം ദീർഘകാലം 0 എന്ന അക്കത്തിലായിരുന്നു. ഇടക്ക് ഒരു 5 വർഷം അത് 1-ലേക്കെത്തി, ഇപ്പോൾ വീണ്ടും 0-ലേക്ക് പോയിരിക്കുന്നു. എങ്കിൽ കൂടിയും കേരളത്തിലെ മുസ്ലിം സമൂഹം, മുസ്ലിം സംഘടനകൾ, അവരുടെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ, കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയ സംഘടനകൾ, കേരളത്തിലെ പള്ളികൾ, മിമ്പറുകൾ, എല്ലായിടങ്ങളിലും നമ്മൾ വളരെ സജീവമായി രാഷ്ട്രീയാധികാരത്തിൽ 0-ത്തിലുള്ള ഈ ഒരു സംവിധാനത്തെക്കുറിച്ച് ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് കേവലം ഭാരതീയ ജനതാ പാർട്ടി എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അധികാരാരോഹണത്തെക്കുറിച്ചോ അവരോഹണത്തെക്കുറിച്ചോ ഉള്ള പരിമിതമായ ആലോചനകളോ ചർച്ചകളോ അല്ല നമ്മൾ ഇവിടെ നടത്തുന്നതും നടത്തിക്കൊണ്ടിരിക്കുന്നതും. മറിച്ച് വിശാലമായ അർത്ഥത്തിൽ ഒരു വലിയ സാമൂഹിക യാഥാർത്ഥ്യമായി ഇതിനോടകം തന്നെ ആയിക്കഴിഞ്ഞിട്ടുള്ള ഈ ഒരു വലിയ വെല്ലുവിളിക്കെതിരെയുള്ള പ്രതിരോധത്തെക്കുറിച്ച് കുറച്ചുകൂടി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള, ഭാവിയെ വലിയൊരു ഭാവി തന്നെ മുന്നിൽ കണ്ടുകൊണ്ടിട്ടുള്ള ഒരു വിശാലമായ പ്രതിരോധങ്ങൾ, അതിനെക്കുറിച്ചുള്ള ആലോചനകൾ ഏതൊക്കെ അർത്ഥത്തിലാണ് നമുക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഐ എം സോറി, ഐ എം ജസ്റ്റ് giving some introduction in Malayalam language. I'll come in English also. So ഈ പരിമിതി ഞാൻ പങ്കുവെക്കുകയാണ്. കാരണം നമുക്കൊരു പരിമിതമായ സമയമുണ്ട്, പ്രഗത്ഭരായ അതിഥികളുണ്ട്. മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയും ഉറുദുവും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള വൈവിധ്യങ്ങൾ എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ സംഗതിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസക്തി കൂടി ഈ സദസ്സിനും വേദിക്കുമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭാഷാപരമായ പരിമിതികളൊക്കെ ഉണ്ടാകും. എന്നാലും പരമാവധി ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിലുള്ള ആലോചനകൾ നടക്കുന്നു എന്നുള്ളതാണ്. ഈ അർത്ഥത്തിൽ പുതിയ കാലത്തേക്ക്, കുറച്ചുകൂടി ദീർഘകാലത്തേക്ക് ഇന്ത്യയിലെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചുള്ള ഒരു മാനിഫെസ്റ്റോയെക്കുറിച്ചുള്ള ചർച്ചകൾ കൂടി നമ്മുടെ കമ്മ്യൂണിറ്റിക്കുള്ളിൽ, സംഘടനകൾക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പല അർത്ഥത്തിൽ എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രമുഖരായ വ്യക്തിത്വങ്ങളാണ് നമുക്കിവിടെ ഉള്ളത്. ഒരിക്കൽ കൂടി അവരെ
പിന്നെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഒരു രീതി എന്ന് പറയുന്നത് ഫസ്റ്റ് വിൽ ബി ഹാവിങ് സം 5 to 10 minutes ടോക്ക്. I'll be sharing some queries or doubts with you, which you can comment upon that. And inshallah, we'll be completing one round within 1 hour and 15 minutes. And after that, we'll be coming again to each and every speakers. So I'll start with Aditya Menon. Assalamu alaikum wa rahmatullahi wa barakatuh. So I'm very one minute, excuse me. ഹലോ, പ്രത്യേക ശ്രദ്ധയ്ക്ക് മുഹമ്മദ് ഫാഹിസ് മൂവാറ്റുപുഴ എന്ന വിദ്യാർത്ഥി എത്രയും പെട്ടെന്ന് മൂവാറ്റുപുഴ ഏരിയ പ്രസിഡന്റിൻ്റെ അടുത്ത് ഒന്ന് വരണമെന്ന് അറിയിക്കുന്നുണ്ട്. മുഹമ്മദ് ഫായിസ് മൂവാറ്റുപുഴ എന്ന വിദ്യാർത്ഥി എത്രയും പെട്ടെന്ന് തന്നെ മൂവാറ്റുപുഴ ഏരിയ പ്രസിഡന്റിൻ്റെ അടുത്തോ ഈ സമ്മേളന നഗരിക്ക് മുൻവശത്തുള്ള മൈക്ക് പോയിന്റിലോ എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. So we have Aditya Menon here. He is the senior editor of the Quint. He's actually a political journalist. He focuses on regional politics, election data, corporate political nexus, and issues concerning Muslim and Sikh communities and the communal violences, etc. So before joining the Quint, he worked with India Today, Rajasthan Patrika, and NDTV. So welcome, Brother Aditya Menon. So you can sit and talk. As a political journalist, we have Modi version 2.0 now in India, the biggest ruling political party. And on the other side, we have so many so-called secular parties, which are continuously fighting, politically fighting against this Bharatiya Janata Party in election and on different socio-political issues. So what's your thought about how weak or how strong is the political resistance of these secular parties against BJP? Assalamu alaikum. Thank you very much for inviting me here. I apologize, I don't speak Malayalam even though my name is Aditya Menon. But then the name is misleading in another way, as I have been a Muslim for last 20 years. And in this journey, Jamaat-e-Islami, SIO have really given me a lot of help and a lot of friendship and support for all these years. So I am extremely grateful to these organizations. Today an incident happened in Neemach in Madhya Pradesh, in which a 65-year-old man named Bhawarlal Jain was beaten to death by a BJP leader because he thought his name was Muhammad. His name was Bhawar Chand. The BJP leader thought his name was Muhammad, and he was beaten to death. The media, they carried the reports as a person being killed because he was mistaken to be Muslim, as if that is a justified reason for killing another human being. This incident, both the killing and how it was presented, is only the latest example of how entrenched and acceptable Islamophobia has become. Is translation required, sir? Or it's fine. Okay. It is obviously, we know that BJP government promotes anti-Muslim hatred and rewards those who peddle this hatred. Be it the Prime Minister, be it the Chief Minister of Uttar Pradesh, the Chief Minister of Assam, or how the party even tries to defend small bigots like this Tejasvi Surya or that Jamia shooter who is a minor person. This entrenchment of Hindutva, however, can also be seen in what is happening to institutions that are supposed to keep a check on the government: the political opposition, the judiciary, and the media. So this is what brings us to the question that Shamsir sir was talking about, on how opposition parties are deliberately adopting a strategy of silence on issues that concern religious minorities. Parties that claim to be secular
are now afraid of even mentioning secularism or minorities during elections. They have practically allowed the BJP to set the terms of the debate. For instance, the Samajwadi Party in the recent assembly elections in UP did not even once raise the issue of hate crimes that have taken place in the state in the last 5 years. The same happened in the Congress campaigns in Rajasthan and Madhya Pradesh in 2018. Then, of course, the Aam Aadmi Party took it a step forward in its 2020 election campaign, in which it actively said hostile things about the Shahid Bagh movement. More recently, Aam Aadmi Party tried to create a fear around Rohingyas and Bangladeshis in Delhi, knowing very well that this would be used to target Muslims. During last year's elections in Kerala also, the LDF tried to create a fear narrative. I mean, all of you would know it much better than I do. And how they accused the UDF of having an excess with welfare party, as if that is some kind of illegal thing that has been committed, as a welfare party has some dubious links or something in this manner. This was, the LDF tried to create such a fear psychosis. But it's not just Muslims. In the recent Punjab elections, Congress, Aam Aadmi Party, BJP all tried to play the politics of Hindu victimhood by saying that Hindus are in danger in the state, or there is some kind of a Khalistani threat. Not one political party raised the issue of the large-scale arrests of Sikh youth under the UAPA, or the hundreds of Sikhs who are languishing in jail as political prisoners since decades. Therefore, on any issue concerning minorities, be it hate crimes or fake terror arrests, there seems to be a complete abdication on the part of the opposition. When the opposition does take a stand, as happened in the recent demolitions in Shaheen Bagh, it is only due to popular pressure from the community. Then, of course, I mean, we often focus too much on political opposition. But there has also been a depletion of the judiciary. We all know what happened in the Babri Masjid case. Then in the hijab case, the Karnataka High Court gave primacy to uniforms over the girls' right to education. During the Delhi pogrom, the High Court agreed with the centre's contention against registering of FIRs against BJP leaders. So far, no FIR has been registered against a single senior BJP leader in the Delhi pogrom, despite repeated pleas to the courts. Then, of course, we come to the profession I belong to, which is the media. And we see journalists climb on top of bulldozers and call for mosques to be excavated. In that, of course, I mean, corporate ownership and dependence on government is part of the problem, but media has become an active agent of spreading anti-Muslim hatred in the country. They are both the products and agents of radicalization that is being spread in society. And on the other hand, the regime targets independent media outfits like Media One and The Wire. So what is the way out? I'll just wind up in another 2-3 minutes. The strongest pushback to the current regime has actually come from outside of party politics. It has come from two of the strongest mass movements that India has seen since decades. The protests against the Citizenship Amendment Act and the protests against the farm laws. Both of these were completely organic movements carried out with very little resources. These were also movements that were essentially led by religious minorities. The CAA protest outside of the Northeast was entirely led by Muslims, by local communities, by organizations like Solidarity Youth, like SIO, like Jamaat-e-Islami. The CAA was essentially a community-led movement. Similarly, the farmers' protest would not have been possible had it not been for the support of Gurdwara committees and Sikh organizations and Sikh diaspora. Therefore, I think the entrenchment of this regime and of Hindutva is such that it can be tackled only through social movements. And this is where organizations like Solidarity Youth Movement, SIU and Jamaat-e-Islami become very important, because they have consistently supported
social movements against oppression, and they have stood in solidarity with every oppressed community consistently since decades. This is a commendable legacy. The civil society organizations need to continue supporting social movements, be it against communal hate, caste oppression, tribal rights, farmers or labor issues. This would not only help push back against the present regime, it would also help send a warning to opposition parties not to compromise on issues concerning oppressed communities. Thank you very much again for calling me here. My prayers, my solidarity, my support is always there. May Almighty bless and protect you. Assalamu alaikum. Thank you very much. താങ്ക് യു ആദിത്യ മേനോൻ. അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ജേർണലിസ്റ്റ് എന്ന നിലക്ക് വളരെ സൂക്ഷ്മമായി തന്നെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വികാസങ്ങളെ അടുത്തുനിന്ന് നോക്കിക്കാണുന്നൊരു മാധ്യമ പ്രവർത്തകനാണ്. BJP വിരുദ്ധ പക്ഷത്തുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നയങ്ങൾ കുറച്ചുകൂടി മുസ്ലിം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ ഹിന്ദുത്വ എന്ന ഒരു രാഷ്ട്രീയ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെടുത്തുകൊണ്ടിരിക്കുന്ന നയങ്ങളെ അദ്ദേഹം ഇവിടെ പങ്കുവെക്കുകയുണ്ടായി. അതിലൊരു സത്യസന്ധമായ നിലപാട് എന്നതിനപ്പുറം കുറച്ചുകൂടി അതൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ അദ്ദേഹം പഞ്ചാബിൻ്റെ ഉദാഹരണം പറയുകയുണ്ടായി. പഞ്ചാബ് ഇലക്ഷനിൽ അവിടെ ദീർഘകാലമായി ധാരാളം അനീതിക്ക് ഇരയാക്കപ്പെടുന്ന സിഖ് യുവാക്കളുടെ വിഷയത്തിലും ഇതേ ഇരട്ടത്താപ്പുകൾ മുസ്ലിം വിഷയത്തിൽ എടുക്കുന്ന രീതിയിലുള്ള മൗനമോ ഇരട്ടത്താപ്പുകളോ ഇത്തരം പാർട്ടികൾ എടുക്കുന്നതിൻ്റെ ഒരു പ്രശ്നത്തെക്കുറിച്ച് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ സമീപകാലത്ത് ഇന്ത്യയിൽ വളരെയധികം ശ്രദ്ധയാകർഷിച്ച രണ്ട് സാമൂഹ്യ മുന്നേറ്റങ്ങൾ, ഒന്ന് പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ സമരമുന്നേറ്റം, കർഷക പ്രക്ഷോഭം, രണ്ടും വലിയ അർത്ഥത്തിൽ ഇവിടെ അതിന് നേതൃത്വം കൊടുത്ത രണ്ട് സമൂഹങ്ങളെന്ന് പറയുന്നത് ഇന്ത്യയിലെ മതന്യൂനപക്ഷ സമൂഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇനിയും അങ്ങോട്ടും ഇന്ത്യയിലൊരു സിവിൽ സൊസൈറ്റി ഇത്തരത്തിലുള്ള സിവിൽ മൂവ്മെൻറ്റുകൾക്ക്, പ്രക്ഷോഭങ്ങൾക്ക് വലിയ കരുത്ത് പകരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കേണ്ടത്. one more question to you, like what about the political representation of Muslims? What do you think about the political representation of the Muslims? Because there is discussion going on about the political reservation for Muslims in different legislative assemblies, whether it is state legislative assembly or Lok Sabha or Rajya Sabha. What about this demand? I think another side effect of this Hindutva domination has been the fact that the BJP has created an atmosphere in which it has become difficult for Muslim candidates to get elected from any constituency that is less than 40% Muslim population. Parties that give higher representation to Muslims, they are getting tagged as being too pro-Muslim. This is another side effect of this regime. This happened to Congress in Assam in 2021, happened to Congress in Kerala, and it happened to Samajwadi Party in UP. So representation has suffered in terms of quantity. Representation has also suffered in terms of quality, as parties are not raising minority issues enough and not talking about anything that concerns minority rights. So I think this is a major pushback is required in this. In of course Bihar we saw there was some exception. Majlis won 5 seats, and but that was, I think, the circumstances of Bihar. It also came after those areas where Majlis won saw very large-scale anti-CA protests. So Majlis also benefited from a great deal of political consciousness that was created. So in the end, as we discussed earlier, I think the push has to come through social movements. രാഷ്ട്രീയ സംവരണം, മുസ്ലിങ്ങളുടെ ഒരു രാഷ്ട്രീയ സംവരണത്തെക്കുറിച്ച് അത് കൂടുതൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും സമൂഹമധ്യേ അത് ഒരു സമ്മർദ്ദമായി ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് അദ്ദേഹം അതൊരു ക്വാണ്ടിറ്റേറ്റീവ് ലെവലിലും ക്വാളിറ്റേറ്റീവ് ലെവലിലും അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അസ്സലാമു അലൈക്കും ആസിഫ് മുസ്തഫ. ആൻഡ് അദ്ദേഹം ആസിഫ് മുസ്തഫയെ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. പരിസ്ഥിതി ശാസ്ത്രവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ കരിയർ അദ്ദേഹം തുടക്കത്തിൽ പടുത്തുയർത്തിയത്.
നിലവിൽ അദ്ദേഹം ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക പ്രവർത്തകനാണ്. മൈൽസ് ടു സ്മൈൽ എന്ന ഒരു NGOവിൻ്റെ സ്ഥാപകനും അതിൻ്റെ ഡയറക്ടറുമാണ്. അത് ധാരാളം പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ലിഞ്ചിങ് നടന്ന കുടുംബങ്ങളിലെ അനാഥരായ മക്കൾക്ക് വേണ്ടി പ്രത്യേകം സ്കൂൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നു. കലാപബാധിത പ്രദേശങ്ങൾ, ഹിന്ദുത്വ സംഘടനകൾ, പ്രത്യേകം ഏറ്റവും അവസാനം രാമനവമി സംഭവത്തോടനുബന്ധിച്ച് മധ്യപ്രദേശിലെ ഖാർഗോണിൽ, അതേപോലെ തന്നെ ഗുജറാത്തിലെ ഹിമ്മത്ത് നഗറിലൊക്കെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിക്കുകയും വലിയ അളവിലുള്ള റിലീഫ് പ്രവർത്തനങ്ങൾ അത്തരം പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മൈൽസ് ടു സ്മൈൽ എന്ന സംഘടനയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ധാരാളമായി ആഘോഷിച്ച നമ്മുടെ ഒരു പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ സമരത്തിലെ ഐക്കൺ, ഈ നഗരിയുടെ പേര് തന്നെ ദി സെൻറ്റർ, ദ സ്പേസ് ഈസ് നെയിംഡ് ആസ് ഷാഹിൻബാഗ് സ്ക്വയർ. ഷാഹിൻബാഗ് സ്ക്വയറുമായി അദ്ദേഹത്തിന് വലിയ ബന്ധമുണ്ട്. കാരണം ഷാഹിൻബാഗ് സ്ക്വയറിൻ്റെ മുഖ്യ ആസൂത്രകരിൽ ഒരാൾ നമ്മുടെ കൂടെയുള്ള ആസിഫ് മുസ്തഫയാണ്. അദ്ദേഹത്തോടൊപ്പം ഷർജീൽ ഇമാമും ചേർന്നുകൊണ്ടാണ് അതിൻ്റെ വലിയ അർത്ഥത്തിലുള്ള മൊബിലൈസേഷനൊക്കെ പിന്നണിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ ബുക്ക് നമ്മുടെ പുറത്തുള്ള SAOവിൻ്റെ സ്റ്റാളിൽ ലഭ്യമാണ്. ഹം ദേഖേംഗെ എന്ന പേരിട്ട പൗരത്വ സമരവുമായി ബന്ധപ്പെട്ടും ഡൽഹി പോഗ്രോമുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം പ്രധാനപ്പെട്ട ഫോട്ടോകൾ അടങ്ങിയ പുസ്തകം ഈ സമ്മേളന നഗരിക്ക് പുറത്ത് ലഭ്യമാണ്. ഈ അടുത്താണ് അദ്ദേഹം അത് റിലീസ് ചെയ്തത്. അദ്ദേഹത്തെ ഈ പരിപാടിയിൽ ഗസ്റ്റായി ലഭിച്ചത് നമ്മുടെ വലിയ ഒരു സൗഭാഗ്യം തന്നെയാണ്. ആസിഫ് മുസ്തഫ, what was the insight you had when you were organizing the Shaheen Bagh protest, or even after the protest? It's been 2 years since Shaheen Bagh happened. So what was in your mind, or what's the insight you got when you were organizing the protest? Assalamu alaikum. It's an honor to be here, alhamdulillah, because coming and addressing you, meeting you all people have been at the list. I think against the backdrop of being a Muslim in this country, like Aditya sir was saying, I feel Muslim is less of a religious group and more of a condition. Muslims are not only represented religious group, my apologies. So I was saying that being a Muslim in India is less of a religion and more of a condition in which safeguarding your existence, a peaceful existence, against getting lynched daily, against getting killed in the riots, against getting demeaned, against getting arrested on fictitious charges, against spending decades of your life without even trial. So being a Muslim is a fight, and that is what we do every day. So out of all the communities in this country, we are the biggest fighter because we fight every day. We fight to live, we fight to breathe, we fight to exist peacefully. And when someone asks me what led to happening of Shaheen Bagh, I remember the December 13th event when the Citizenship Amendment Bill was passed by both the houses of the legislature, and there was a peaceful protest march from Jamia till the Parliament House. So being a researcher at IIT Delhi, I thought, let other people do their part. If I don't go in one peaceful march or one peaceful protest, what good it can bring? This is not going to change anything. Then, actually, this is what we have been doing for decades. We have been seeing Muslims killed initially on the suspicion of carrying beef, then on the visible appearance of being a Muslim, then for no reason at all. And the event that the prior speaker was speaking, someone was murdered on the suspicion of being a Muslim. I mean, look where have we reached. So one thing that was very much clear, that our non-presence, our absence has not led to any good. So I thought we should be part of this peaceful march
we went there on December 13th at Jamia, but they didn't allow us to pass. There were indiscriminate lathi charge, tear gases, stun grenades. Now coming back to my home at Shaheen Bagh, I was really numb. If the judiciary, who recently has passed the Babri judgment, was not listening to our legitimate concern, if the executive of the day, sitting in his office, is not listening to our concern when Muslims are getting lynched every day, if the legislature of the house of the day is not listening to us and they are making a discriminatory, communal, Islamophobic Citizenship Amendment Act, who is there to listen to us? And when we are there to peaceful march, they are not even allowing us to march peacefully. So it was as if things were getting choked. I was really restless, unable to breathe. And then on 14th of December, I met Sharjeel at Jamia. We discussed how, on what model, on what basis our resistance will be based. And the only thing that came up was Chakka Jam. And then I said to someone later, when a news reporter asked me, look what your Chakka Jam has created. You are not allowing people to walk peacefully. And I said, if you don't let us breathe peacefully, we won't let you walk peacefully. That's it. Enough carrying this overburden of being secular. Enough carrying this overburden of being a community that is always looking to help others and not getting anything out of it. So, if someone asked me, I wasn't thinking at all. On 15th of December, when we were there at the road at Shaheen Bagh, before the brutal lathi charge at Jamia, before the brutal lathi charge at Aligarh Muslim University, the only thing we thought that let this be. If our intentions are pure, and if we are there to walk, and if we are not criticizing, so I gave a speech saying, निकलना उनको भी है जो घरों में आराम कर रहे हैं. All those people who are finding comfort in their houses, they will come out someday. When the Citizenship Amendment Act is passed, they will come out crying. So you have to make a choice. Either walk out of your houses crying that day, or walk out today to fight like a lion. And they all agreed, yes, we will fight. And with that spirit, Shaheen Bagh movement took place. What I want to bring you against the backdrop of a situation in which our existence is troubled, that me and Sharjeel had two choices that day. Either we could have sit at the comfort of our house and criticize the wrongdoings of the state, or we could have taken a step, either in the form of Chakka Jam or any peaceful means of protest that we could have done. We chose the other part. On February 23rd, 2020, when Hindutva groups unleashed a terror in the heart of the capital, in the form of Delhi pogrom, 53 people, mostly Muslims, lost their lives. I was really restless. I had two choices that day. Either to sit at my house and tweet about what is happening, reshare about the photograph that I am getting, or retweet the videos that I am getting, or do something on the ground. We went there. On 25th of February, there was one family that I rescued from the active violence. Alhamdulillah, I met Shaheen there. He was also covering a lot of mishappening on the ground. So what started as rescuing families from the active violence led to, alhamdulillah, one of the largest relief and rehabilitation work in the Delhi program. So what I want to say is, I had two choices. We all had two choices. Either to criticize it comfortably or come out or do something. We chose the other one. In June 2021 and December 2021, there were two big fire incidents at the Rohingya settlements. One at Delhi itself and the other at Nuh.
Rohingyas are at the receiving end of the Hindutva groups. And shamelessly, even the Supreme Court accepted deporting a 14 years old Rohingya girl back to Myanmar, citing security threat. Can you believe a 14-year-old girl is a threat to national security approved by the Supreme Court of the country? So when the two of the settlements were burnt, we again had two choices. Either to sit at the comfort, show the pictures, share the videos, or do something. We went to the ground, Alhamdulillah. And the efforts that we took was one of the best, Alhamdulillah. So we, at both the places, we did the relief and rehabilitation work in the best possible way. Right. Then later we thought, whatever pictures we have, the 12,000 pictures that one of my colleague, Mohammad Meherban, clicked, why not give it a shape of a book? Because there is a very famous quote, the fight of man against power is the fight of memory against forgetting. So we are fighting two battles. We are fighting a fascist regime, and we are also fighting our memory against forgetting. We will not let you forget anything. We will remember every oppression. We will remember every innocent Muslim that was lynched. We will remember every Muslim who was butchered in the rights. So we took the effort, Alhamdulillah, gave it shape of a book, and that beautiful photo book came as an idea of resistance of Shaheen Bagh, as an idea of remembrance of the betrayal that the state did, and the idea of resilience. Look, after doing all this to us, we are still standing. We are still looking at your eyes with equally comfort. Last month, on the eve of Ram Navami, there were large-scale violence unleashed against Muslims. In the cities of Karoli in Rajasthan, Khargone in Madhya Pradesh, Sandhwa in Madhya Pradesh, and Himmatnagar in Gujarat. There were also cases of violence in Dada Jalalpur in Turkey. The curfew was there. We had two choices. Either to do what people would do, or to walk out, go to those places to see. We went to Karoli. We talked to every business establishment that were destroyed. And we thought, ki, at least we can start with one. What started with one resulted into one of the largest fundraising, Alhamdulillah. We raised accountably close to 2 crore. And before the Eid Eve, we deposited, we gave this money to almost all the victims at all the places. To all the business establishment we helped at Karoli, they all have started their work. We are soon going to build houses at Sandhwa. So I was talking to one of the girl at Sandhwa whose video petting stone came up. Police is after the girl. The house was bulldozed. The mother was saying that I begged the policeman to allow me to get the Quran Sharif out of the house. They didn't do. It was the Ramzan, and you could feel what Israelis do at Palestine. The same happened in Madhya Pradesh in India. They didn't allow even the water bottles or even the dates to be brought out. They hold their hands and demolish the houses as such. So the mother of the daughter said, we are very troubled. Our daughter, there were hundreds of stones that came to her houses, and there were no male members. And my daughter, she threw just 6-7 of them. What are we supposed to do? Should we get ourselves killed or what? And police, rather than putting these Hindutva terrorists on some charges, they demolished their houses. I told the mother that she is the hero. When she comes back, welcome her with garlands. She is the hero. Similarly, all those people who are there in jail,
on fictitious charges. They are our heroes. When they will come back, they will receive a huge welcome, inshallah. I hope Shaheen remembers a very famous quote outside the Jafrabad, the metro wall. Whom will you call when police kills? So when the state is not there to safeguard you, you will definitely do something to safeguard yourself. But being a Muslim is such a condition that you are not allowed to do so, and when you do, you will be persecuted. I know dozens of juveniles who were kept in Madhya Pradesh Khargon, forced to say bhajan and chant Jai Shri Ram, and kept in that prison, like the Bal Sudhagri, for weeks. So out of all, there is a hope. Bilkis Bano is fighting her case for past 17 years, right? So we should always remember to fight. So I think, with the trajectory of the diabolical Islamophobic Hindutva in the country, and with the trajectory that they are getting the power at each and every steps, I am very much sure that a situation will come to every one of your life. A situation will come the same that me and Sharjil had. A situation will come that the girl at Sandhwa had. A situation will come that Shahrukh Pathan at Delhi had. A situation will come that was faced by hundreds of youth. So you have to make choices. Either to sit at comfort of your house, criticize, retweet, reshare, but that is not going to bring a change. Whatever I did or our organization did was no extraordinary thing. It was simple as that any one of you could have done that. The only extraordinary thing that we did was our thought that we would not be a mute spectator. We would not sit and criticize. We'll come out and do something. So when this situation comes to you, I request you to choose the other path. Don't sit at mute spectator and criticize. And there are photographs of hope as well. So there are dozens of shops that helped. There are dozens of families that we helped with. They all are happy. So at the end of the day, there is a silver lining. There is a beautiful lining that at the end of every resistance, we will be there. And that is why we named our book हम देखेंगे वो दिन के जिसका वादा है, हम देखेंगे वो दिन जब उस नाम रहेगा अल्लाह का, जो गायब भी है हाजिर भी, हम देखेंगे. शुक्रिया. ഷുവർ. ആസിഫ് മുസ്തഫ കേവലം ഒരു പ്രതികരണ സോഷ്യൽ മീഡിയ ആക്ടിവിസത്തിനപ്പുറം അദ്ദേഹം പങ്കുവച്ച അദ്ദേഹം ഇടപെട്ട മൂന്ന് പ്രധാനപ്പെട്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നമ്മോട് ഷെയർ ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഫോട്ടോസ് നമ്മുടെ കൈവശമുണ്ട്. അതിൻ്റെ ചില ഭാഗങ്ങളാണ് സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തേത് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഷാഹീൻ ബാഗ് മൂവ്മെൻ്റാണ്. ഒരു മതന്യൂനപക്ഷ വിഭാഗത്തെ, മുസ്ലിം ജനവിഭാഗത്തെ സ്വതന്ത്രമായി ശ്വാസം വിടാൻ പോലും സമ്മതിക്കാത്ത ഒരു സാമൂഹ്യ രാഷ്ട്രീയ ഘട്ടത്തിൽ നിങ്ങൾ സ്വാതന്ത്ര്യത്തോടുകൂടി ശ്വാസോച്ഛ്വാസം നടത്താൻ അനുവദിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ അനുവദിക്കുകയില്ല എന്ന പ്രഖ്യാപനത്തോടു കൂടിയാണ് അദ്ദേഹം ഷാഹീൻ ബാഗ് മൂവ്മെൻറ്റിനെ പോലെയുള്ള മൂവ്മെൻറ്റുകൾക്ക് പിറകിൽ പ്രവർത്തിച്ചിരുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം പങ്കുവച്ച റോഹിംഗ്യൻ അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ട വിഷയം, നമ്മുടെ ഈ ഒരു പാനലിൽ വരേണ്ടിയിരുന്ന ഒരു റോഹിംഗ്യൻ പ്രതിനിധി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അസൗകര്യം കാരണം വരാതിരുന്നതാണ്. നിരന്തരം നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്ന അഭയാർത്ഥി കാറ്റഗറിയിൽപ്പെടുത്തിക്കൊണ്ട് അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നിരന്തരം ഓടിയെടുക്കുന്ന ഒരു കൂട്ടായ്മ കൂടെയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ റീസെൻ്റായി നടന്നിട്ടുള്ള രാംനവമി വയലൻസുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിലും അദ്ദേഹം തന്നെ നിരന്തരം സൂചിപ്പിച്ചതുപോലെ ഒരു സേഫ് സോൺ ആക്ടിവിസത്തിൻ്റെ സുരക്ഷിതമായ ഇടങ്ങളിൽ ഒതുങ്ങിയിരിക്കുന്നതിന് പകരം ഏറ്റവും താഴേക്കിടയിൽ ഗ്രൗണ്ടിൽ ഇറങ്ങിക്കൊണ്ട് എന്താണോ പ്രൊയാക്റ്റീവായും ക്രിയേറ്റീവായും ചെയ്യാൻ സാധിക്കുക അത് ചെയ്ത അനുഭവങ്ങൾ കൂടിയാണ് അദ്ദേഹം ഇവിടെ നമ്മോട് പങ്കുവച്ചിരിക്കുന്നത്. താങ്ക് യു. സൽമാൻ സാബ് ആൻഡ് റജാഉൽ, ജസ്റ്റ് ബിഫോർ കമ്മിങ് ടു യു ബോത്ത്, I'll just go to Razik Rahim Saab.
റാസിഖ് റഹീം സാഹിബിനെ നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹം നമ്മുടെ ധാരാളം പരിപാടികളിൽ, സോളിഡാരിറ്റിയുടെ SIOവിൻ്റെ ധാരാളം പരിപാടികളിലെ അതിഥിയും സാന്നിധ്യവുമായിരുന്നു. റാസിഖ് റഹീം സാബ്, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ BJP രാഷ്ട്രീയമായി നമ്മുടെ നിയമസഭകളിലേക്കോ മറ്റോ ഒരു തവണ മാത്രം തിരഞ്ഞെടുക്കപ്പെടുന്നു, അതും കേവലം 1 അക്കത്തിൽ. പക്ഷേ കേരളത്തിൽ ധാരാളമായി ഫാഷിസ്റ്റ് വിരുദ്ധ ചർച്ചകൾ, നമ്മുടേത് ഒരു ഫെഡറൽ സർക്കാർ സംവിധാനമാണ്. കേന്ദ്ര സർക്കാർ ധാരാളം തീരുമാനങ്ങൾ എടുക്കുന്നു. വേറൊരർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരു ഫെഡറൽ സംവിധാനമായതുകൊണ്ട് തന്നെ കേരളത്തിൽ അത് ആ അർത്ഥത്തിൽ മുൻകാലങ്ങളിൽ അത് അത്ര ആപ്ലിക്കബിൾ ആയിരുന്നില്ല. പുതിയ കാലത്ത്, പ്രത്യേകിച്ച് 2014 ശേഷമുള്ള നരേന്ദ്രമോദിയുടെ അധികാരാരോഹണത്തിന് ശേഷം കേരളത്തിലൊരു ഹിന്ദുത്വ ഫാഷിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഒരു പ്രവേഗം, അതിൻ്റെ ഒരു മുന്നോട്ട് പോക്ക് എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? പുതിയ കാലത്ത് അതിൻ്റെ ഒരു ഭാവിയെക്കുറിച്ച്, കേരളത്തിൽ നിന്ന് രൂപപ്പെടേണ്ട ഒരു ഫാഷിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള താങ്കളുടെ ഒരു കാഴ്ചപ്പാടുകളൊന്ന് പങ്കുവച്ചാൽ നന്നാവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫാഷിസ്റ്റ് വിരുദ്ധ ചെറുത്തുനിൽപ്പിന് വേദിയായി മാറിയിരിക്കുന്ന സോളിഡാരിറ്റി സമ്മേളനത്തിലെ ഈ യുവജന സെഷനിൽ പങ്കെടുക്കുന്ന അതിഥികൾക്കും അതോടൊപ്പം ഈ സമ്മേളനത്തിൽ പങ്കാളികളായ മുഴുവൻ പേർക്കും ആദ്യമായി എൻ്റെ അഭിവാദ്യങ്ങൾ ഞാൻ നേരുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിണറായി വിജയൻ്റെ 2ാം അധികാരം കേരളത്തിൽ കടന്നു വന്ന ഒരു സാമൂഹിക സാഹചര്യമാണ് നമ്മളിപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ദീർഘനാളായി നമ്മുടെ നാട്ടിൽ പറയാറുള്ള, നമ്മുടെ നാട്ടിൽ ഇടത് വലത് രാഷ്ട്രീയ കക്ഷികൾ പറയാറുള്ള, അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കാറുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയുള്ള മുഴുവൻ ജനവിഭാഗങ്ങളെയും അവർ ഉൾക്കൊള്ളുന്നു എന്നും അതുകൊണ്ട് അവരുടേതായ സ്വന്തം ശാക്തീകരണ നീക്കങ്ങൾ ആവശ്യമില്ല എന്ന നിലക്കാണ് പൊതുവിൽ നമ്മുടെ നാട്ടിൽ അത്തരം ചർച്ചകൾ കടന്നു വരാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ മുസ്ലിം ലീഗ് പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പോലും പലപ്പോഴും മുസ്ലിം പ്രശ്നങ്ങളിൽ ബോധപൂർവമായ ഇടപെടലുകൾ നടത്തുന്നില്ലെങ്കിൽ പോലും മുസ്ലിം ലീഗിനെ പോലും ഒരു വർഗീയ പാർട്ടിയായി നിരന്തരമായി മുദ്രകുത്തപ്പെട്ടിരിക്കുന്ന ഒരു സവിശേഷ സാഹചര്യം കേരളത്തിലുണ്ട്. അവർ UDF എന്ന് പറയുന്ന ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ പോലും അവരെ ഒറ്റപ്പെടുത്തുകയും അവരെ വർഗീയ മുദ്ര കുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ സംഭവിക്കാറുണ്ട്. മുമ്പ് 5ാം മന്ത്രി വിവാദമുണ്ടായത്, 4 മന്ത്രിമാർ മുസ്ലിം ലീഗിനുണ്ടായിരിക്കെ 5ാമതൊരു മന്ത്രി പദവി അവർക്ക് നൽകേണ്ടി വരുന്നൊരു സാഹചര്യത്തിൽ മുസ്ലിം ലീഗിനെതിരിൽ മറ്റൊരു പാർട്ടിക്കും ഒരു മന്ത്രിയെ നൽകുന്നത് കേരളത്തിൽ ഒരു ചർച്ചയുമാകാത്ത കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഒരു 5ാമതൊരു മന്ത്രി, മുസ്ലിം പേരുകാരനായ ഒരു മന്ത്രി കടന്നു വരുന്നു എന്നത് ഇവിടെയുള്ള മതേതര ചേരി എന്ന് പറയപ്പെടുന്ന ആളുകൾക്ക് പോലും എത്രയേറെ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധപരമായാലും മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സവിശേഷമായ ഏത് മേഖലയിലേക്കാണെങ്കിലും അവരുടേതായ സ്വതന്ത്രമായ ശാക്തീകരണങ്ങളൊക്കെ തന്നെ വർഗീയ മുദ്ര കുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിരന്തരമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വെൽഫെയർ പാർട്ടി പോലെയുള്ള ഒരു നവ രാഷ്ട്രീയ പ്രസ്ഥാനമോ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ പാർട്ടിയായി മാറിയ SDP പോലെയുള്ള ഒരു നവരാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ ഒക്കെ കേരളത്തിൻ്റെ മണ്ണിലേക്ക് കടന്നു വരുമ്പോൾ അവ വർഗീയ മുദ്രയാണ് ആദ്യം കുത്തപ്പെടുന്നത്. മറിച്ച് കേരളത്തിൽ അനുദിനമുണ്ടായിക്കൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ചും ക്രൈസ്തവ മേഖലയിൽ നിന്ന് കേരള കോൺഗ്രസ് പോലെയുള്ള നിരന്തരമായ പാർട്ടികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും അവയ്ക്കൊന്നും അഭിമുഖീകരിക്കേണ്ടി വരാത്ത ഒരു വലിയ പ്രശ്നം നമ്മുടെ കേരളത്തിലുണ്ട്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് മലബാർ മേഖലയിലേക്ക് പോയാൽ, മലബാർ മേഖലയിലെ ഏതാണ്ട് പൊന്നാനി, മലപ്പുറം ലോക്സഭാ സീറ്റുകൾ, അതിൻ്റെ തൊട്ടടുത്ത് വയനാട് ലോക്സഭാ സീറ്റിൽ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് മത്സരിക്കാൻ അവരുടെ പേര് വരുമ്പോൾ തന്നെ മുസ്ലിങ്ങൾ ഒരു ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നു എന്ന നിലയ്ക്കുള്ള വ്യാപകമായ പ്രചരണങ്ങൾ നമ്മുടെ നാട്ടിൽ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി. അതേസമയം നമ്മൾ നോക്കിയാൽ
കോട്ടയം ജില്ലയുടെ പരിസരത്തുള്ള മണ്ഡലങ്ങളിലൊക്കെ, അത് ഇടുക്കി ലോക്സഭാ സീറ്റാകട്ടെ, കോട്ടയമാകട്ടെ, പത്തനംതിട്ട ലോക്സഭാ സീറ്റാകട്ടെ, എറണാകുളമാകട്ടെ, ചാലക്കുടി ആകട്ടെ, ഇവിടെയൊക്കെ ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ സ്ഥാനാർത്ഥികളായി ഇടത് വലത് മുന്നണികളിൽ വന്നാൽ പോലും ഒരിക്കൽ പോലും അത് മതത്തിൻ്റെ കണ്ണിലോ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിലോ ലേബലൈസ് ചെയ്യപ്പെടാതിരിക്കുകയും മുസ്ലിം സ്ഥാനാർത്ഥികൾ അടുത്തടുത്ത 2-3 മണ്ഡലങ്ങളിൽ വന്നാൽ ഉടനെ അത് വാർത്തയാവുകയും ചെയ്യുന്ന, ചർച്ചയാവുകയും ചെയ്യുന്ന ഒരു സവിശേഷ സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു പ്രതിരോധപരമായ മുസ്ലിങ്ങളുടെ ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു മുന്നോട്ടുള്ള ഒരു യാത്രയ്ക്കുള്ള പ്രേരകമായിരുന്നു CAA സമര സമയത്ത് കണ്ടത്. അന്ന് കേരളത്തിലെ SDP ആയാലും വെൽഫെയർ പാർട്ടി ആയാലും അതുപോലുള്ള സമാന സ്വഭാവമുള്ള മറ്റ് ഇതര സംഘടനകളായാലും യോജിച്ച് നിന്നുകൊണ്ട് കേരളത്തിലെ ഹർത്താൽ പ്രഖ്യാപിക്കുകയുണ്ടായി. വരാനിരിക്കുന്ന ഭാവിയിൽ സ്വയം ശാക്തീകരിക്കപ്പെടുക എന്ന തലത്തിലല്ലാതെ മറ്റ് ഏതെങ്കിലും മിഷിഹാമാരെ പ്രതീക്ഷിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ഏതെങ്കിലും ഒരു പുതിയ മിഷിഹ പിണറായി വിജയൻ്റെയോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയോ രൂപത്തിൽ നിന്നും കടന്നു വന്നിട്ട് മുസ്ലിം സമൂഹത്തെ രക്ഷപ്പെടുത്തുകയില്ലെന്നും സ്വയം ശാക്തീകരിച്ചുകൊണ്ട് മുസ്ലിം സമൂഹം സമാനമായ സ്വഭാവത്തിൽ സഹകരിക്കാവുന്ന ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സ്വയം ശാക്തീകരിക്കുകയും അതുവഴി ഒരു മുന്നേറ്റം സാധ്യമാവുകയും ചെയ്യുക എന്ന അനിവാര്യമായ ഒരു ഘട്ടമാണ് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യം നമുക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്ന തലത്തിൽ അത് വരും കാലങ്ങളിൽ സംഭവിക്കും എന്ന ഉറപ്പ് തന്നെയാണ് എനിക്ക് ഉള്ളത്. ഓക്കെ, റജാഉൽ കരീം സർക്കാർ, അസ്സലാമു അലൈക്കും. അദ്ദേഹം ഓൾ ആസാം മൈനോറിറ്റി സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡൻ്റാണ്. CAA മൂവ്മെൻറ്റ് പ്രക്ഷോഭകാലത്ത് വലിയ അർത്ഥത്തിൽ ആസാം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രക്ഷോഭത്തിൻ്റെ മുൻനിരയിൽ ഉണ്ടായ യുവ നേതാവാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സോൾഡാറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. अभी ये कोविड के बाद अभी आसाम में क्या हालात है, मतलब CAA मूवमेंट, इसके बारे में? अस्सलामुअलैकुम। तो मैं रजाउल करीम सरकार, मैं आसाम से आया हुआ हूँ और आसाम माइनॉरिटी स्टूडेंट्स यूनियन का प्रेसिडेंट हूँ. तो मेरे को NRC CAA के बारे में बोलने के लिए बोला. NRC के बारे में बोलने से मेरे शरीर का नुमठे खड़ा हो जाता, क्योंकि आप लोग जानते हैं ये सही NRC के लिए, सही NRC की मांग के लिए 2010 के 21 जुलाई तारीख को मेरे 4 साथियों ने शहीद हुआ. 150 से अधिक मेरे साथियों ने घायल भी हुआ था. उसी समय से हम लोग एक सही NRC के मांग के लिए आसाम में डटे हुए हैं. हम लोग सुप्रीम कोर्ट में भी पार्टी है. आप लोग जानते हैं आसाम में हम लोग इसीलिए NRC की मांग कर रहा था कि हर रोज़ सुबह उठ के अखबार और टीवी खोलने से देखते हैं गरीब आदमी को, कोई गरीब का घर देख के, कोई दाढ़ी देख के, कोई टोपी देख के, कोई लुंगी देख के उसको बांग्लादेशीज बोल के अपमानित किया जाता है, उसके ऊपर हैरेसमेंट किया जाता है. इसीलिए 1979 जब आसाम मूवमेंट हुआ था, उसके बाद आसाम एकॉर्ड किया था आसू और स्टेट गवर्नमेंट, सेंट्रल गवर्नमेंट. उसके बाद वो एकॉर्ड में 1971 25 मार्च काट ऑफ ईयर करके 1971 की 25 मार्च की बात जो भी विदेशी है, वो हिंदू हो मुसलमान हो, आसाम से जाना पड़ेगा. वो जो एकॉर्ड किया, उस एकॉर्ड को आसाम की सभी लोगों ने मान लिया, आसाम की मुसलमानों भी मान लिया. यस, बांग्लादेशी इशू को लेके जो मुसलमान के ऊपर जो हर रोज़ अपमानित किया जाता है, अत्याचारी किया जाता है, तो उसको ख़त्म हो जाना चाहिए. इसीलिए वो एकॉर्ड हम सब लोग ने मान लिया और हम लोग मांग कर रहा है कि 71 के पीछे वाला जो भी हो आसाम पे जाना है और NRC को सही शुद्ध में NRC होना चाहिए. और इसी मांग के लेके हम लोग NRC के मांग के तहत आज सुप्रीम कोर्ट में ये मामला चला. 2013 में हम लोग भी प्रतिपक्ष पार्टी सुप्रीम कोर्ट में हुआ और ये सुप्रीम कोर्ट के निगरानी में NRC के काम चलने के बाद 2019 की 31 जुलाई में
फाइनल एनआरसी जब निकला तब आसाम में फिर से हल्ला मचा कि ये एनआरसी हम लोग नहीं मानेंगे। ये एनआरसी में 19 लाख आदमी कैसे ड्रॉप हुआ, ज्यादा ड्रॉप होना चाहिए था। उसका मकसद था कि जितना भी मुसलमान है आसाम में सबका नाम ड्रॉप होने से वो सही एनआरसी होता। हम लोग बोला सुप्रीम कोर्ट को निगरानी में आसाम की ये एनआरसी के काम चला। एनआरसी कोऑर्डिनेटर ने सब कुछ देखा, उसके बाद भी ये बोल रहा है कि ये एनआरसी हम लोग नहीं मानेंगे। 19 लाख आदमी को नाम ड्रॉप हुआ। उसके बाद आरजीआई ने बोला कि 19 लाख आदमी को रिजेक्शन स्लिप देके इसको एनआरसी में नाम इसको घुसाना चाहिए, इसको नाम अंतर्भुक्त करना चाहिए। लेकिन अभी तक ये काम नहीं आसाम की जो कोऑर्डिनेटर एनआरसी की मौजूदा कोऑर्डिनेटर है वो अभी तक नहीं कर रहा है। इस बार आसाम की जो सरकार आया, ये सरकार ने बोला हम लोग सुप्रीम कोर्ट जाएंगे, ये एनआरसी को हम लोग नहीं मानेंगे। देखिए ये लोग सुप्रीम कोर्ट को नहीं मान रहा है। जो सुप्रीम कोर्ट ने बोला, जो सुप्रीम कोर्ट के निगरानी में एनआरसी हुआ वो भी नहीं मान रहे। फॉरेन अफेयर्स मिनिस्टर ने बोला ये बहुत साइंटिफिक मेथड से सुप्रीम कोर्ट की निगरानी में ये एनआरसी हुआ है। हमारा स्टेट होम मिनिस्टर ने पार्लियामेंट में बोला ये सही एनआरसी पब्लिश हुआ है, बहुत सी अच्छी तरह से ये सुप्रीम कोर्ट ने देखभाल किया, ये पब्लिश किया है। लेकिन वो लोग अभी नया नया बात बोल रहा है कि ये एनआरसी हम लोग नहीं मानेंगे। जो भी आसाम की 100% माइनॉरिटी डोमिनेट जो एरिया है, जो माइनॉरिटी डोमिनेटेड डिस्ट्रिक्ट है, उस डिस्ट्रिक्ट को 100% रीवेरिफिकेशन होना चाहिए। मैं आज इस महफिल में, मैं आज इस सभा में दावे से कह रहा हूं, केरला में दावे से कह रहा हूं, 1971 की 25 मार्च की बात कोई मुसलमान आसाम में कहा कोई से भी नहीं आया। आसाम में कोई बांग्लादेशी नहीं है मुसलमान। ये मैं दावे से आज यहाँ पे कह रहा हूं। ये सारे झूठा इंजाम लगा के हमारे ऊपर अत्याचार करने की एक साजिश है। तो हमने भी डिसीजन ले लिया। असम सरकार अगर सुप्रीम कोर्ट में ये माइनॉरिटी डोमिनेटेड एरिया को रीवेरिफिकेशन के लिए ये मांग करेगा, हम लोग भी सुप्रीम कोर्ट में जाएंगे। हम लोग भी सुप्रीम कोर्ट के दरजा खटखटाएंगे। और हमारा विश्वास है पहले से सुप्रीम कोर्ट इस मामले पे बहुत अच्छी तरह से निगरानी कर रहा है। हमको जस्टिस मिलेगा, असम की माइनॉरिटीज को जस्टिस मिलेगा। तो यही बात चल रहा है असम में। तो असम की एनआरसी के काम अभी रुका हुआ है। आज 19 लाख आदमी को नाम ड्रॉप आउट हुआ है। आज 19 लाख आदमी का आधार कार्ड नहीं मिलने से, आधार कार्ड नहीं है, आधार कार्ड नहीं होने से वो लोग सरकारी कोई सुविधा नहीं मिल रहा है। इसीलिए हम लोग सुप्रीम कोर्ट में फिर भी जा रहा हूं कि जितना भी आदमी को ड्रॉप हुआ है उसको रिजेक्शन स्लिप देना चाहिए, एनआरसी का सर्टिफिकेट भी देना चाहिए, और उसको आधार कार्ड जो नहीं मिल रहा है उसके लिए जो सरकारी सुविधाएं नहीं मिल रहा है उसको भी आधार कार्ड देना चाहिए। ये मांग लेकर भी हम सुप्रीम कोर्ट जा रहा है। तो एनआरसी की इस पोजीशन अब ऐसी सिस्टम में चल रहा है। हम आपको यही बात बोल रहा है कि आप लोग भी हम सुप्रीम कोर्ट में पहले से सुप्रीम कोर्ट में हम लोग लगे हुए हैं, ईमानदारी से लगे हुए हैं। आप लोग भी हमको कोई सजेशन हो, कोई मदद हो, आप लोगों भी हमको करना पड़ेगा असम की माइनॉरिटीज के हित में, असम की मुसलमानों के हित में। हम किसी के खिलाफ नहीं है, लेकिन असम में हम मुसलमान जो जितना भी माइनॉरिटीज है, हम जो संविधान के तहत हमारा अधिकार है वो राइट्स है वो हम मांग रहे हैं। हम किसी का अधिकार छीनने का बात नहीं बोल रहे हैं। और सीए के बाद जो बोल रहे हैं, हम लोग सीए का विरोध कर रहा है। असम में 2 सिस्टम नहीं होना चाहिए। हम लोग बोल रहे हैं एनआरसी 1970 25 मार्च सबको एनआरसी मिलना चाहिए, उसके बाद जाना चाहिए। और वहाँ पे किसी को सिटीजनशिप देगा और किसी को सिटीजनशिप से बाहर रखेगा, यही नहीं होना चाहिए। इसीलिए हम लोग ये मामला हम लोग सुप्रीम कोर्ट में भी किया। तो हम लोग सुप्रीम कोर्ट में भी सीए के खिलाफ हम लड़ रहे हैं। तो इसी काम हम लोग कर रहे हैं। तो आप लोग हमको मदद, जब मदद चाहिए तो आप लोग मदद करेगा इंशाल्लाह। और 2 लफ्ज़ आसाम से आके
आपकी ये सभा में बोलने के लिए देने के लिए ये ऑर्गेनाइजेशन यूथ मूवमेंट ऑर्गेनाइजेशन को मैं दिल से बधाई देती हूँ, दिल से स्वागत करती हूँ, आभार व्यक्त करता हूँ। और हम लोगों के आप लोगों की दो दिन की कॉन्फ्रेंस है, इस कॉन्फ्रेंस को सफल हो ये हम कामना करती हूँ। और जितना भी गेस्ट आए हुए हैं, जितना भी यहाँ पे मेहमान आए हुए हैं, सभी को हम सलाम पेश करता हूँ और हमारे लिए दुआ कीजिए, हमको भी समय समय पे सजेशन दीजिए ताकि हम असम की माइनॉरिटीज़ को लेके सारे इंडिया को, हिंदू हो मुसलमान हो, सभी को लिए एक साथ काम करके असम और इंडिया को तरक्की कर सके। ये दुआ, ये आशीर्वाद आपको से मिलने की आशा करते हुए मैं मेरा वक्तव्य यहाँ पे ख़त्म करती हूँ। धन्यवाद। അലിഫ് ഷക്കൂർ എന്ന ബ്രീഫ് ട്രാൻസ്ലേഷൻ തരും. അസ്സാം വലൈക്കും. ആസാമിലെ NRC വിഷയം അത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഈ അടുത്ത് കേട്ട NRC CAA പ്രശ്നത്തിൻ്റെ കൂടെ ഉണ്ടായ ഒന്നല്ല അത്. NRC ആദ്യം ആസാമിൽ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ അവിടെയുള്ള പൗരത്വ രേഖയില്ലാത്ത കുറേ ആളുകൾക്ക് പൗരത്വം നൽകുവാനുള്ള നിയമപരമായ നടപടിയാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ബംഗ്ലാദേശി എന്ന് അവിടെയുള്ള രേഖയില്ലാത്ത മുസ്ലിങ്ങളെ മുദ്രകുത്താനുള്ള ഒരു ഉപകരണമായിരുന്നു അത്. അതിനെ തുടർന്ന് ആസാമിൽ വലിയ വിപ്ലവങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആംസു എന്ന ഞങ്ങളുടെ സംഘടനയും അതിനു മുമ്പ് ആസു എന്ന പേരിൽ അവിടെ ഉണ്ടായ മറ്റൊരു സംഘടനയുമൊക്കെ അതിൻ്റെ തുടർന്നുണ്ടായിട്ടുള്ള സംഘടനകളാണ്. എല്ലാവരും പൗരത്വം ഇല്ലാത്ത എല്ലാവരും വിട്ടുപോകണം എന്ന രീതിയിലുള്ള ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ മുമ്പ് തന്നെ ഈ വിഷയത്തിൽ ആംസു അഥവാ ആൾ ആസാം മൈനോറിറ്റീസ് സ്റ്റുഡൻസ് യൂണിയൻ സുപ്രീം കോടതിയിൽ കേസ് വളരെ മുമ്പ് തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. NRC മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആസാമിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആസാം സർക്കാർ NRC വിരുദ്ധമായ നടപടി എടുക്കും, സുപ്രീം കോടതിയിൽ പോകുമെന്നൊക്കെ ചില പ്രസ്താവനകൾ നടക്കുകയുണ്ടായി. ഇതിന് ആസാമിൻ്റെ പ്രത്യേകമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് ഈ പ്രസ്താവനക്ക്. അത് എന്ന് മാത്രമല്ല, അതിനുശേഷം സുപ്രീം കോടതിയുടെ ശേഷം അവസാനമായി വന്ന 2019 NRC എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ്, ആസാം സർക്കാരിൻ്റെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ മേൽനോട്ടത്തിലല്ല. അതുകൊണ്ട് അത് നീതിപൂർവകമായി കൊണ്ട് നടപ്പാക്കപ്പെടും എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് അത്തരമൊരു പ്രക്രിയ ഇന്ത്യയിൽ മറ്റിടത്തൊക്കെ NRC തുടങ്ങുന്നതിന് മുമ്പ് ആസാമിൽ തുടങ്ങിയത്. എന്നാൽ അതിൽ കുറേ അധികം ആളുകളെ പുറത്താക്കുന്ന ഒരു പ്രോസസ്സായിരുന്നു അത്. എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. ഞങ്ങൾ 100% ആസാമികളാണ്, ബംഗ്ലാദേശികളാണെന്ന ആരോപണത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. സർക്കാർ ഇപ്പോൾ കോടതിയിൽ പോയി അത് വിജയിപ്പിച്ചെടുക്കുന്നില്ലെങ്കിൽ, ന്യൂനപക്ഷങ്ങളുടെ കൂടെ നിൽക്കുന്നില്ലെങ്കിൽ, വീണ്ടും ഈ നിയമ പോരാട്ടം തുടരാൻ സുപ്രീം കോടതി വരെ പോകാൻ ഞങ്ങൾ തയ്യാറാകും. എന്ന് മാത്രമല്ല, നീതി കിട്ടും വരെ പോരാടുമെന്ന് ഞങ്ങൾ പറയുകയാണ്. ഒരുപാട് ആളുകൾ പുറത്തായതിൻ്റെ കാരണം അവർ ആസാമിൽ ജനിച്ചു വളരാത്തത് കൊണ്ടല്ല, അവർക്ക് കൃത്യമായ രേഖയില്ലാത്തത് കൊണ്ടാണ്. ഈ രേഖയില്ലാതായതിൻ്റെ കാരണം സർക്കാരാണ്. അതുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിലും ഞങ്ങൾ സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ ഒക്കെ സമീപിക്കുമെന്ന് പറയുകയാണ്. ഭരണഘടന നൽകുന്ന അവകാശമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇതിന് ഇന്ത്യയിലുള്ള, പ്രത്യേകിച്ച് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും പ്രാർത്ഥനയും വേണം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പ്രാർത്ഥന. അസമിൽ നിന്ന് ഞാൻ വന്നത് പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏകാഭിപ്രായത്തെ ഇവിടെ കൂടി ഞങ്ങളുടെ സപ്പോർട്ട് ലഭ്യമാകാൻ വേണ്ടി കൂടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നതെന്ന് കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അസ്സലാമു അലൈക്കും. സൽമാൻ അഹമ്മദ് സാബ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ ദേശീയ പ്രസിഡൻ്റാണ്. അദ്ദേഹം മുമ്പും കേരളത്തിൽ വന്നിട്ടുണ്ട്, നമ്മുടെ പരിപാടികളിൽ സംബന്ധിച്ചിട്ടുണ്ട്. ധാരാളം ഇത്തരത്തിൽ സംഘപരിവാറിൻ്റെ മുസ്ലിം വേട്ടകൾ നടക്കുന്ന പ്രദേശങ്ങൾ സന്ദർശിച്ചുകൊണ്ട് വലിയ ആത്മവിശ്വാസം പ്രത്യേകിച്ച് മുസ്ലിം വിദ്യാർത്ഥി സമൂഹത്തെ, പൊതുസമൂഹത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് വലിയ ആത്മവിശ്വാസം പകർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി നേതാവ് കൂടിയാണ് സൽമാൻ അഹമ്മദ്. അദ്ദേഹത്തോട് നമുക്ക് അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വശമെന്ന് പറയുന്നത്, നിരന്തരം ഇത്തരത്തിൽ അനീതിക്ക് ഇരയാക്കപ്പെടുന്ന ഒരു സാമൂഹിക ജനവിഭാഗത്തിലെ ചെറുപ്പം, ന്യൂ ജനറേഷൻ, പുതിയ തലമുറ, അവർക്കിടയിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള നിരാശയോ നിസ്സംഗതയോ വളർന്നു വരുന്നുണ്ടോ? എന്താണ്
പുതിയ തലമുറ ഇത്തരത്തിലുള്ള അനുഭവങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ്. So you have visited so many places before, including Tripura during the anti-Muslim violence, and you are also actively engaging with students community, especially the Muslim students community in different campuses and universities, and also different states at the nook and corner of the country. So how the Muslim students community and the Muslim students organizations are dealing the kind of situations? Is there any internal unrest or a kind of hopelessness? What's actually happening within the Muslim students community? Bismillahirrahmanirrahim. Assalamu alaikum warahmatullahi wabarakatuh. So first of all, let me congratulate Solidarity Movement of Kerala for running a very successful and efficient campaign against Islamophobia consistently for the last 5 months. I am really feeling blessed to be here with you all, and it's really a matter of privilege for me. As far as your question is concerned, in last 1.5 years, I have spent around 200 days in 25 different states and union territories of India. And in those 200 days, I have interacted with thousands of student activists and hundreds of organizations and leaders of different communities. And after all that interaction and after all that tours, what my internal assessment says, or my understanding says, that whatever the fascist movements or the Hindutva movements are right now doing, their one main objective is to instill the fear among the Muslim community. But despite the rising Islamophobia, despite the communal incidents, despite the cases of mob lynchings, Muslims are dealing this situation with a lot of confidence. They are dealing the situation with the patience and a very wisdom and a strategy. So let me share one example. One of my friends just visited, or SIO's National Secretary has visited the Khargon after the recent anti-Muslim violence in Madhya Pradesh. In Khargon, he met one old Muslim lady. She was around 65 to 70 years old. All her male family members were arrested by the police. Her home was bulldozed by the government authorities. And when our National Secretary asked her, "You have lost your children, your husband, your sons, your grandsons, everyone is in prison, and no one is with you. You are right now, you are homeless. How you are surviving?" So she gave a very beautiful reply. She said, "Allah chalane wala hai." So it's a simple word, but it shows the power of Muslim community. It shows that our power doesn't lie in parliament and assembly. Our real source of power is not our political representation. It shows that our real power is not our economic stability, but it shows that our faith, our iman, our tawakkul, our relationship with Allah subhanahu wa ta'ala is our biggest source of power. So that is very important thing. And when we talk about resistance, when we are talking about the Muslim resistance, I think the biggest source of power which Muslims are getting, it is because of their faith only. When we talk about Shaheen Bagh, it is very important. I have visited at least 40 to 50 Shaheen Baghs during that particular moment. And what I realized is that everyone before Shaheen Bagh was used to say, either it is people from Hindutva movements, right-wing people, those who claim to be liberals but have an Islamophobic agenda, those who are from left background, everyone used to say that Islam oppressed women and Muslim women needs emancipation. Muslim women are among the all communities, Muslims are the weakest community. And within Muslim community, Muslim women is the weakest section of the Indian society. But those women whom you used to present as the weakest section of society, they have started a most powerful resistance movement against the Modi regime. So they have shown the power of faith, they have shown the power of Muslim community. So I believe that there may be few people who are hopeless, there may be few people who are despair, or those who are thinking that we can't survive, and those who are thinking about migrating from India. But by and large, what I feel is that overall Muslim community is having lot of confidence, and along with confidence, they are dealing with the situation with patience and wisdom. People are obsessed with Islam and Muslim. People are blindly hating Muslims, but in response, Muslims are not hating the Hindu community. Muslim as a community, Muslim society, even during the COVID-19 period, we have seen that people were targeting Tablighi Jamaat, people were talking about Corona Jihad. Despite all this propaganda, Muslims were coming out of their way and helping people.
And it was not to become a good in someone's books. It's because our values teach us that. So from this only, I would like to highlight one more important point, that when we say that we are a Muslim and we are resisting as a Muslims, so our language of resistance, our narrative of resistance must be guided by the Muslim character. So if you are fighting for the Muslim identity, and in that fight, if you are losing the Muslim character, then I think you are losing the battle. So Muslims are trying to make that kind of balance. As far as the organizations are concerned, I think there are multiple organizations, some difference of opinions are there. They are working according to their own policy, their own ideological background. But by and large, Muslim organizations, community organizations, different student groups are also coordinating with each other. And overall, I think Muslims are at one hand dealing with the situation, they are also tapping the opportunities, available opportunities, and they are using those opportunities to build a proper narrative against the Islamophobia and fascism. So I don't feel, what I would like to conclude is that Muslims, whenever we talk about the Muslim community, we always say that we are a victim community, but I strongly believe that we are not a victim community. We are facing challenges, but still we are the warrior community. We are still fighting. We are the strongest community. If we are weak, we cannot run a Shaheen Bagh movement. We couldn't have run the Shaheen Bagh movement. We couldn't have faced the kind of oppression we are facing. So I believe that instead of considering ourselves as a victim, we must consider ourselves as a mujahid, as a warrior, and we must continue our struggle. Sure. മുസ്ലിം സമൂഹത്തിൽ ഒരുപക്ഷെ സ്വാഭാവികമായി ഉണ്ടാകാൻ സാധ്യതയുള്ള നിരാശയോ അതല്ലെങ്കിൽ പ്രതീക്ഷ കുറവോ ഒന്നും ധാരാളം സ്ഥലങ്ങളിൽ അദ്ദേഹം കഴിഞ്ഞ SIO നേതൃ പദവി എത്തിയതിനു ശേഷം സന്ദർശിക്കുകയും ആളുകളോട് സംസാരിക്കുകയും അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ നിരവധി ഷാഹീൻ ബാഗ് മോഡൽ സമരപ്പന്തലുകൾ സന്ദർശിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ട് പക്ഷേ ഇവിടെയും വിവേചനങ്ങളും അനീതികളും നേരിടുന്ന ഒരു സാമൂഹിക ജനവിഭാഗമായിട്ട് കൂടി നിരാശ ബാധിച്ച ഒരു സമൂഹമായിട്ട് മുസ്ലിം സമൂഹത്തെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വലിയ പോസിറ്റീവായ ഒരു സംഗതിയായിട്ട് തന്നെ അദ്ദേഹം നമ്മളോട് പങ്കുവെക്കുകയാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഷാഹീൻ ബാഗ് സമരത്തെ അദ്ദേഹം ഉദാഹരണമായി നമുക്ക് മുമ്പിൽ വിവരിച്ചു തരികയുണ്ടായി. പ്രത്യേകിച്ച് വലിയ അളവിൽ മുസ്ലിം സ്ത്രീകളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി മുസ്ലിം സ്ത്രീകളുടെ സാമൂഹ്യ പദവിയെക്കുറിച്ച് നിരന്തര ആശങ്കകളും ആകുലതകളും പങ്കുവെക്കപ്പെട്ടിരിക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തിലാണ് ഷാഹീൻ ബാഗ് പോലെ മുസ്ലിം സ്ത്രീകളുടെ തന്നെ വലിയ ഒരു പങ്കാളിത്തമുള്ള സമരം ഇന്ത്യ കണ്ടത്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിൽ കാർമ്മികത്വത്തിൽ പങ്കാളിത്തത്തിലൊക്കെ നടക്കുന്ന വിവിധങ്ങളായ സാമൂഹിക മുന്നേറ്റങ്ങളെ വളരെ പ്രതീക്ഷയോടുകൂടി കാണണം എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മളുടെ ഒരു മതകീയ അല്ലെങ്കിൽ മതകീയ മേൽവിലാസം ഉയർത്തിപ്പിടിക്കുമ്പോൾ തന്നെ മുസ്ലിം എന്ന അർത്ഥത്തിലുള്ള ഒരു ക്വാളിറ്റി, ഒരു ഗുണം, ഒരു ഗുണവിശേഷം നമ്മളിൽ നിന്ന് ചോർന്ന് പോകാതിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കൂടിയും അദ്ദേഹം ഗൗരവത്തിൽ നമ്മളോട് ഈ സന്ദർഭത്തിൽ പങ്കുവെക്കുകയാണ്. ഹോപ്പ്ലെസ്നെസ്, നിരാശ, പ്രതീക്ഷ നഷ്ടപ്പെടുക എന്നുള്ളതല്ല. നമ്മൾ ഈ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് തീർച്ചയായും വളരെ സ്ട്രോങ്ങസ്റ്റായ ഒരു സാമൂഹിക ജനവിഭാഗമാണ്. വിശ്വാസം കൊണ്ട്, സമരവീര്യം കൊണ്ട്, പോരാട്ടവീര്യം കൊണ്ടൊക്കെ വളരെ ശക്തിയുള്ള, കരുത്തുള്ള ഒരു സാമൂഹിക ജനവിഭാഗമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം നമ്മളോട് പങ്കുവെക്കുന്നത്. ലബീദ് ഷാഫി, അസ്സലാമു അലൈക്കും. അദ്ദേഹത്തെയും നമുക്ക് അറിയാം. അദ്ദേഹം കഴിഞ്ഞ മീക്കാത്തിൽ SIOവിൻ്റെ ദേശീയ പ്രസിഡൻ്റായിരുന്നു. ഇപ്പോൾ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് കർണാടക സംസ്ഥാന പ്രസിഡൻ്റാണ്. നമ്മുടെ ചർച്ചകളിൽ ഈ അടുത്ത കാലത്തായി കർണാടക എന്ന സംസ്ഥാനം ധാരാളമായി കൊണ്ട് കടന്നു വരുന്നുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതും മലയാളത്തിൽ തന്നെ അദ്ദേഹത്തോട് സംസാരിക്കാം. കാരണം അദ്ദേഹം നമ്മുടെ കാസർഗോഡ് ആലിയ അലംനസ് കൂടിയാണ്. അതുകൊണ്ട് കർണാടകയിലെ ഒരു സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം, അവിടുത്തെ പ്രത്യേകിച്ച് ഹിജാബ്, എക്കണോമിക് ജിഹാദ്, മതപരിവർത്തന നിരോധന നിയമം, കർണാടകയിലെ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ അധികാര ആരോഹണം തുടങ്ങിയവയൊക്കെ നമ്മൾ ധാരാളമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ ഒരു കർണാടകയിലെ ഒരു സിവിൽ സൊസൈറ്റി, ഒരു പൗരസമൂഹം, ഈ അവിടെ രാഷ്ട്രീയ അധികാരത്തിലിരിക്കുന്ന, പവറിലിരിക്കുന്ന BJP ഗവൺമെൻറ്, അവിടെ ശക്തി പ്രാപിച്ചു വരുന്ന, കർണാടകയിൽ ശക്തി പ്രാപിച്ചു വരുന്ന വിവിധങ്ങളായ ഹിന്ദുത്വ സംഘടനകൾ, ഇതിനെതിരിൽ അവിടുത്തെ ഒരു പൗരസമൂഹവും അതോടൊപ്പം തന്നെ മുസ്ലിം സംഘടനകളുമൊക്കെ ഏത് രീതിയിൽ അതിനെ ഫൈറ്റ് ചെയ്യണമെന്നാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ, ആലോചനകൾ ഒക്കെ
എങ്ങനെയാണ് താങ്കൾക്ക് അതൊന്ന് പങ്കുവച്ചാൽ നന്നായിരിക്കും. സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആലയയിൽ കാസർഗോഡിൽ പഠിച്ചതുകൊണ്ട് കുറച്ചൊക്കെ മലയാളത്തിൽ സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്. ആദ്യമായി കൊണ്ട് ഞാൻ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് കേരളയെ അഭിനന്ദിക്കുകയാണ്. ഇസ്ലാമോഫോബിയ എന്നുള്ള ഒരു വിഷയത്തെ വളരെ കൃത്യമായി കൊണ്ട് ഇസ്ലാമോഫോബിയ ഒരു കുറ്റകൃത്യമായി പ്രഖ്യാപിക്കണമെന്നുള്ളതായ ഒരു സ്ലോഗൻ ഉയർത്തിയതിന് ഞാൻ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് കേരളയെ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. റോട്ടി കപ്പട മക്കാൻ, ഇത് ഓരോ സർക്കാരും പൊതുജനങ്ങൾക്ക് കൊടുക്കേണ്ടതായ ഒരു ബാധ്യതയാണ്. റോട്ടിയും വസ്ത്രവും അതുപോലെ തന്നെ പാർപ്പിടവും മക്കാൻ. പക്ഷേ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, പൊതുജനങ്ങളിൽ നിന്ന് ഇതിനെ പറിച്ചെടുക്കുകയാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ അടുക്കളയിൽ എന്ത് പാകം ചെയ്യണം, എന്ത് പാകം ചെയ്യാൻ പാടില്ല, നിങ്ങളുടെ പെൺകുട്ടികൾ എന്ത് ധരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് പോകണം, അതുപോലെ ഇവിടെ ആരുടെ വീടുകൾ ഉണ്ടാവണം, ആരുടെ വീടുകളെ ബുൾഡോസർ കൊണ്ട് തകർക്കണം എന്ന് ഇവിടെയുള്ളതായ സംഘ് പരിവാർ വളരെ ആസൂത്രിതമായി കൊണ്ട് ചില വിഷയങ്ങൾ ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കർണാടകയിലുള്ള വിഷയങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ, കർണാടകയിലെ ഹിജാബ് ഡിബേറ്റ് നിങ്ങളെല്ലാവരും വളരെ ആകാംക്ഷയോടെ നിങ്ങൾ പല ആൾക്കാരും ചിന്തിച്ചിട്ടുണ്ടാകും. കർണാടകയുടെ ഹിജാബ് ഡിബേറ്റിൽ സംഘപരിവാർ വളരെ കൃത്യമായി അവിടെ തോൽക്കുകയാണ് ചെയ്തത്. കാരണം നമ്മുടെ പെൺകുട്ടികൾ, ഹിജാബുധാരികളായ പെൺകുട്ടികൾ വളരെ കൃത്യമായ നിലപാടുകൾ അവിടെ പ്രഖ്യാപിക്കുകയാണ്. ഗോദി മീഡിയ പല ചോദ്യങ്ങളും ഉന്നയിച്ചു അവരുടെ മുമ്പിൽ. നിങ്ങൾക്ക് മതമാണോ ആവശ്യം, അതല്ല വിദ്യാഭ്യാസമാണോ, എഡ്യൂക്കേഷനാണോ, നിങ്ങൾ ഒന്ന് തിരഞ്ഞെടുക്കുക. മീഡിയ അവരോട് നിരന്തരമായി ചോദിച്ചു. അവർ വളരെ കൃത്യമായി മറുപടി പറഞ്ഞു. നമുക്ക് മതവും മതസ്വാതന്ത്ര്യം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തന്നതായ ഒരു അവകാശമാണ്. വിദ്യാഭ്യാസവും നമ്മുടെ മൗലികമായ അവകാശമാണ്. ഇതിൽ ഒന്നിനെ തിരഞ്ഞെടുക്കാൻ പറയുക, അങ്ങനെയുള്ളതായ ഓപ്ഷൻ തരാൻ നിങ്ങൾ ആരാണ് എന്ന് ആ വിദ്യാർത്ഥിനികൾ വളരെ കൃത്യമായി അവിടെ പ്രഖ്യാപിക്കുകയാണ്. വളരെ കൃത്യമായി ഒരു നിലപാട് പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ സന്ദർഭത്തിൽ കർണാടകയുടെ വിഷയങ്ങൾ പറയുമ്പോൾ അവിടെ ഹിജാബ് മാത്രമല്ല ഇവിടെ ഡിബേറ്റിലുള്ളത്. ഒന്നിനു ശേഷം തുടർച്ചയായിക്കൊണ്ട് പുതിയ പുതിയ വിഷയങ്ങൾ അവിടെ ഇട്ടുകൊടുക്കുകയാണ്. ആസാൻ, ഹലാൽ, ആൻറ്റി കൺവേർഷൻ ലോ. ഇപ്പം റീസെൻറ്റിൽ അവിടെയുള്ളതായ പാഠപുസ്തകങ്ങളെ കാവ്യവൽക്കരിച്ചിരിക്കുകയാണ്. പാഠപുസ്തകത്തിൽ പല പ്രമുഖരുടെ പാഠങ്ങൾ കളഞ്ഞിരിക്കുകയാണ്. ശ്രീനാരായണ ഗുരു കേരളത്തിൻ്റെ സാംസ്കാരികമായ ഒരു വലിയ ഒരു നേതൃത്വം കൊടുത്തതായ ഒരാളായിരുന്നു. പക്ഷേ കർണാടകയിൽ അദ്ദേഹത്തിൻ്റെ വലിയ ഒരു ഈടിക സമാജം അവിടെ കർണാടകയിൽ ഒരു വലിയ വിഭാഗം അവിടെ തന്നെ കർണാടകയിലും അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ ഭഗത് സിംഗിനെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും പാഠപുസ്തകത്തിൽ മാറ്റുകയും അവിടെ RSSൻ്റെ സംസ്ഥാപകനായ ഹെഡ്ഗേവാറിൻ്റെ പ്രഭാഷണം ഉൾപ്പെടുത്തിയിരിക്കാൻ റീസെൻ്റ്, അതിപ്പോൾ ഹോട്ട് ടോപ്പിക്കാണ്, ഹോട്ട് ചർച്ചയാണ്.
അപ്പം ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാൽ കർണാടകയിൽ BJP വളരെയധികം മോശപ്പെട്ടതായ ഒരു പെർഫോമൻസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ഇലക്ഷനാണ്, ഒരു 6 മാസത്തിന് കഴിഞ്ഞ ശേഷം അവിടെ ഇലക്ഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ BJPക്ക് അവിടെ ജനങ്ങളോട് പറയാനൊന്നുമില്ല. മാത്രമല്ല അവിടെ നിരന്തരമായി കൊണ്ട് സ്കാമുകൾ പുറത്തു വരികയാണ്. 2 സ്കാം ഇപ്പോൾ റീസെൻ്റ്ലി 2 സ്കാം അവിടെ പുറത്തു വരുന്നു. ഒന്ന് PSI സ്കാമാണ്. അതായത് പോലീസ് റിക്രൂട്ട്മെൻറ്റിൽ BJPയുടെയും സംഘപരിവാറിൻ്റെ ആൾക്കാരെ റിക്രൂട്ട്മെൻറ്റ് ചെയ്തതായ ഒരു സ്കാം. അവരുടെ പ്രവർത്തകരിൽ നിന്ന് പണം എടുത്തുകൊണ്ടുള്ളതായ ഒരു സ്കാം അവിടെ പുറത്തു വരികയാണ്. രണ്ടാമതായി 40% സ്കാം. അതായത് BJP സർക്കാർ എന്തെങ്കിലും ഒരു കോൺട്രാക്റ്റ് അവിടെ കൊടുക്കുകയാണെങ്കിൽ അവിടുത്തെ കോൺട്രാക്ടറിൽ നിന്ന് 40% അവരിൽ നിന്ന് കമ്മീഷൻ വാങ്ങുകയാണ്. അപ്പോൾ ഈ 2 സ്കാമുകളും അങ്ങനെ പല വലിയ പ്രശ്നങ്ങൾ അവിടെ വരുമ്പോൾ BJPക്ക് അവിടെ പിടിച്ചു നിർത്താൻ സാധ്യമല്ല. അതിനുകൊണ്ട് ഇത്തരത്തിലുള്ളതായ ഓരോ വിഷയങ്ങളെയും അവിടെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ കർണാടകയുടെ ഒരു വിശാലമായ ഒരു ഇമേജ് എടുത്തുകൊണ്ട് പറയുകയാണെങ്കിൽ അവിടെ ശക്തമായ ഒരു പ്രതിരോധം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ജില്ലയിലും അവിടെ ഇന്ന് ഇതിനെ വളരെ ശക്തമായി സംഘപരിവാറിൻ്റെ ഈ നീക്കങ്ങളെ വളരെ ശക്തമായി അവിടെ പ്രതിരോധ അലകൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആയതുകൊണ്ട് ഞാൻ ഈ സന്ദർഭത്തിൽ കർണാടകയുടെ വിഷയത്തിൽ വളരെ പോസിറ്റീവായി വരുന്ന ഇലക്ഷനിൽ സംഘപരിവാറിനെയും BJPയെയും കർണാടകയുടെ പൊതുജനങ്ങൾ തോൽപ്പിക്കുമെന്നാണ് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ബാത്തിൽ ദുഇ പസന്ത് ഹെ ഹക്ക് ലാ ശരീക്ക് ഹെ ഷിർക്കത്ത് മിയാനോ ഹെ ഹക്കോ ബാത്തിൽ ന കർ കുബൂൽ. അല്ലാമ ഇക്ബാലുടെ വാക്കുകളാണ്. ബാത്തിൽ അതായത് അസത്യം എന്നുള്ളത് ദുഇ പസന്ത് ഹെ, അത് കോംപ്രമൈസ് ചെയ്യും, അത് സലണ്ടർ ആകും. ഹക്ക് ലാ ശരീക്ക് ഹെ, ഹക്ക് ഷിർക്ക് ചെയ്യുകയില്ല, ഹക്ക് അത് കോംപ്രമൈസ് ആവുകയില്ല. ഷിർക്കത്ത് മിയാനോ ഹെ ഹക്കോ ബാത്തിൽ ന കർ കുബൂൽ. അസത്യത്തെയും അനീതിയെയും ഞങ്ങൾ സമ്മതിക്കുകയില്ല, നമ്മൾ വിസമ്മതിക്കുകയാണ് എന്ന് നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജസാക്കല്ലാഹു ഖൈർ. സമറലി, അസ്സലാമു അലൈക്കും. സമറലി GIOൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഹൈദരാബാദ് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ ജനറൽ സെക്രട്ടറിയും ആക്ടിംഗ് ചെയർമാനും ഒക്കെ ആയിരുന്നു. ലബീദ് ഷാഫി പങ്കുവച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം, ഹിജാബ് വിഷയത്തിൽ കർണാടകയിൽ നമുക്ക് സുപരിചിതമായ പേരാണ് മുസ്കാൻ. മുസ്കാൻ മുഴക്കിയ അല്ലാഹു എന്ന മുസ്കാൻ്റെ ആ തക്ബീർ ഫാഷിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് അതിൻ്റെ മുന്നോട്ടുള്ള ഭാവിക്ക് നൽകുന്ന ഒരു പ്രചോദനവും പാഠവും എന്തായിരിക്കും? Assalamu alaikum. I think I'll start my conversation in English for the majority of panelists. Certainly, Muslim women representation in the anti-fascist struggle has been widely discussed, analyzed, and to some extent highly encouraged in the last 2 years. It isn't only regarding the Muslim women representation or the Muslim women struggle, but there has been a constant attempt to represent how our attire is being focused, or how our attire is being attacked by the fascist rules. I think more than ever, it was in the recent citizenship struggle, there has been this urge for the representation of a performative manner of citizenship, either by exercising various socio-political or cultural performances, or by declaring the citizenship in public, or by asserting
the rights and responsibilities, all of which has been initiated or carried out by these young Muslim women. There has also been a definite attempt to acquire the status of citizenship by demanding it to the government or to the fascist powers. So I think it is at this point where the Muslim women are considered as the primary factor which has forced every other element or every other players in the society, including Muslim men or men in general or the liberals or the feminists or the left-centered ones, to kickstart their struggle or kickstart their protest against fascism. It is these Muslim women who have proclaimed that it is high time to start acting now. So even if we consider, or if we connect Muskan here, Muskan has also been the prime factor to kickstart the anti-fascist struggle in the post-COVID society. More than that, it is sure that Muskan has somehow triggered the wider fascist powers in India. For sure with her presence, definitely with the slogan she raised. But more than that, I believe it is her attire itself, the veil itself, or the hijab itself that has triggered the wider fascist powers. If we can connect it with how we have read the veiled Algerian women have triggered the colonizers. The colonizers aren't able to see the community whom they are about to colonize. At the same time, in this case, the fascist powers aren't able to locate the Muslim community whom they want to oppress. But at the same time, the Muslim women enjoy the power of not being exposed, but at the same time locate the wider fascist rule that is who want to oppress them. Again, even the question is not only about the representation of Muskan or what she has put forward or her struggle for Muslim women, but the question is also about the silence of the wider liberal community or the wider women out there who for themselves are raising voice for their own struggle. Even when we consider the case in Kerala, there is a wider women community out there who constantly speaks about their struggle, the women in cinema, the women at different workspaces, or the women at any given institution for that matter, who constantly speak about their struggles in the mainstream society. Even recently, they have manifested a set of rules or a theory questioning the silence of the male community. Saying that if the male community has nothing to lose, then why doesn't they speak for the rights or for the freedom of their fellow women colleagues? What is the reason behind their silence? And if at all they are remaining silent, if at all the male community is remaining silent, then that somehow means that they are benefiting from the oppression of women. And if the male community is justifying themselves by saying that it is only the matter of their well-being or their mental health, then it shouldn't be at the expense of the women of their community. ഇതേ ചോദ്യങ്ങൾ തന്നെ ഇവിടുത്തെ ലിബറൽ വിമൻ അവരോടൊപ്പം നിൽക്കുന്ന, അവരോടൊപ്പം പണിയെടുക്കുന്ന പുരുഷന്മാരോട് ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾ തന്നെ ഇതേ ലിബറൽ കമ്മ്യൂണിറ്റിയിലെ സ്ത്രീകളോടും നമുക്ക് തിരിച്ചു ചോദിക്കാൻ സാധിക്കുന്നതാണ്. അവർക്കിഷ്ടമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട്, അവർക്കിഷ്ടമുള്ള അറ്റയറിലൂടെ ഇവിടെയുള്ള എല്ലാ സ്പേസിലും, അവർ നേടിയെടുത്തിട്ടുള്ള എല്ലാ സ്പേസിലും കടന്നു ചെല്ലാനും പ്രവർത്തിക്കാനും പണിയെടുക്കാനും നിലനിൽക്കാനും സാധിക്കുന്നുണ്ടെങ്കിൽ അതേ അവകാശം തന്നെ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഇവിടെ സിറ്റിസൺഷിപ്പോടുകൂടി സ്വസ്ഥമായി എക്സിസ്റ്റ് ചെയ്യാനുമുള്ള ഇവിടുത്തെ അവരോടൊപ്പം പണിയെടുക്കുന്ന, അവരോടൊപ്പം നിലനിൽക്കുന്ന മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവരെന്തുകൊണ്ടാണ് സംസാരിക്കാത്തത്? ഇനി
ഇതിന് ശേഷവും അവർ സൈലൻ്റായി. അവർക്ക് പ്രത്യേകിച്ചൊന്നും നഷ്ടപ്പെടാനില്ലാതിരുന്നിട്ടും അവരെന്തുകൊണ്ടാണ് സംസാരിക്കാത്തത്? ഈ സൈലൻ്റ് വീണ്ടും നിശബ്ദരായി തുടരുകയാണെങ്കിൽ ഏതൊക്കെയോ തരത്തിൽ ഈ ഒപ്രഷനിലൂടെ മുസ്ലിം വിമനെ കേന്ദ്രീകരിച്ചുകൊണ്ട്, മുസ്ലിം സ്ത്രീയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഈ ആക്രമണത്തിലൂടെ അവരും എന്തൊക്കെയോ ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി അതുമല്ല, തങ്ങളുടെ നിശബ്ദതയ്ക്ക് കാരണം തങ്ങളുടെ തന്നെ മെൻ്റൽ വെൽബീയിങ്ങും മെൻ്റൽ ഹെൽത്തും ആണ് എന്നാണ് ഉത്തരമെങ്കിൽ അത് ഇവിടെയുള്ള മുസ്ലിം സ്ത്രീകളുടെ എക്സ്പെൻസിലായിരിക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കെ എം ഷഫ്രീൻ ഫ്രറ്റേണിറ്റി മൂവ്മെൻറ്റ് സംസ്ഥാന പ്രസിഡന്റ്, ഒരു നവജനാധിപത്യ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനം എന്ന നിലക്ക്, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ അധികാരാരോഹണത്തിന് ശേഷം നിലവിൽ വന്ന ഒരു സ്റ്റുഡൻസ് യൂത്ത് മൂവ്മെൻ്റ് എന്ന നിലക്ക് ഇന്ത്യയിലെ വ്യത്യസ്ത ക്യാമ്പസുകളിൽ കേരളത്തിലടക്കം പലതരം ഫാഷിസ്റ്റ് വിരുദ്ധ പ്രക്ഷോഭങ്ങളും ഇടപെടലുകളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മൂവ്മെൻ്റ് എന്ന നിലക്ക് പലതരം അലയൻസ്, രാഷ്ട്രീയ സഖ്യങ്ങൾ, പൊളിറ്റിക്കൽ അലയൻസുകൾ, അതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ 2 വർഷം കോവിഡിൻ്റെ സമയത്ത് നമ്മുടെ പല ക്യാമ്പസുകളും അടക്കപ്പെട്ടിരുന്നു. പുതിയ കാലത്ത് ഈ പൊളിറ്റിക്കൽ അലയൻസുകളും അതേപോലെ തന്നെ ഇത്തരം വിദ്യാർത്ഥി സംഘടനകളും അത് എങ്ങനെയായിരിക്കും നമ്മുടെ ഒരു ഫാഷിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഗതി തുടർന്നുള്ള കാലയളവിൽ? ശരിക്കും പറയുകയാണെങ്കിൽ ആൻറ്റി സി എ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് തന്നെ ഇനീഷ്യേറ്റ് ചെയ്ത ഒരു മൂവ്മെൻ്റായിരുന്നു. അതിൻ്റെ ഒരു മുന്നോട്ടുള്ള ഭാവിയെക്കുറിച്ചുള്ള ഒരു പങ്കുവെക്കലുകൾ. വേദിയിലിരിക്കുന്ന ഇന്ത്യയിലെ ഫാഷിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ നേതാക്കളെ, വളരെ ആവേശപൂർവം സംസ്ഥാനത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ, സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ഐതിഹാസികമായ 2ാം സംസ്ഥാന സമ്മേളനത്തിന് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് കേരളയുടെ സാഹോദര്യ രാഷ്ട്രീയ അഭിവാദ്യങ്ങൾ ആദ്യമായി നേരുകയാണ്. ഇവിടെ ഉന്നയിക്കപ്പെട്ട ചോദ്യം ഇന്ത്യയിലെ വിദ്യാർത്ഥി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട സഖ്യങ്ങളും അതിൻ്റെ മുന്നോട്ട് പോക്കും ഒക്കെ തന്നെയാണ്. യൗവനം ഫാഷിസത്തിന് പ്രതിരോധമൊരുക്കുന്നു എന്നൊരു ചർച്ച സംഘടിപ്പിക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു ചർച്ചാ വിഷയം ഇന്ത്യയിലെ വിദ്യാർത്ഥി സമൂഹം തന്നെയാണ്. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ ഏറിയതിന് ശേഷം നമുക്കറിയാം, സംഘപരിവാർ അതിൻ്റെ സമഗ്രാധിപത്യം നടപ്പിലാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഭരണഘടനയെ തന്നെ അട്ടിമറിച്ചുകൊണ്ടുള്ള വ്യത്യസ്ത നിയമനിർമ്മാണങ്ങൾ, ഒരു കളിപ്പാട്ടക്കടയിൽ നിന്ന് കളിപ്പാട്ടങ്ങൾ വാങ്ങുന്നത് പോലെ വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ MP-മാരെയും MLA-മാരെയൊക്കെ വിലക്ക് വാങ്ങി ജനാധിപത്യത്തിനെ അട്ടിമറിച്ചുകൊണ്ട് വ്യാപകമായി സംസ്ഥാനങ്ങളിൽ അധികാരം കൈയടക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾക്ക് വലിയ നിരാശ ബാധിക്കുന്ന ഒരന്തരീക്ഷം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ വികസന നയങ്ങളോട് ഒരു പ്രതിരോധമോ പ്രതിഷേധമോ പോലും തീർക്കാൻ കഴിയാതെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിഷേധ പാർട്ടികൾ, പ്രതിപക്ഷ പാർട്ടികൾ നിരാശാജനകമായ ഒരു അന്തരീക്ഷത്തിൽ പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായിക്കൊണ്ട് നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഒരു പ്രക്ഷോഭം എന്ന സ്വഭാവത്തിൽ രൂപപ്പെടുന്നത്. അത് വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്നുണ്ടായിരുന്നു. 2015 രോഹിത് വെമുലയുടെ സ്ഥാപനവൽകൃത കൊലപാതകത്തെ തുടർന്ന് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആരംഭിച്ച ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം, അതാണ് ആദ്യമായിക്കൊണ്ട് നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഒരു പ്രക്ഷോഭം എന്ന സ്വഭാവത്തിൽ ഇന്ത്യയിൽ വന്നു എന്ന് നമുക്കറിയാം. ആ പ്രക്ഷോഭം ഇവിടുത്തെ ഒരു മുഖ്യധാര രാഷ്ട്രീയ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ സംഘടിപ്പിച്ചു എന്നായിരുന്നില്ല. വളരെ വിസിബിലിറ്റി കുറഞ്ഞ ASA പോലെയുള്ള ഒരു പുതിയൊരു മൂവ്മെൻറ്റ് ഇനീഷ്യേറ്റ് ചെയ്തൊരു സമരമാണ് ഇന്ത്യയിൽ അത് കത്തിപ്പടർന്നത്. തുടർന്ന് രാഹുൽ ഗാന്ധി ഹൈദരാബാദ് ക്യാമ്പസിൽ വരുന്നു, പ്രകാശ് കാരാട്ട് വരുന്നു. അങ്ങനെ ഇന്ത്യയിലെ സംഘപരിവാർ വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഒരു തുടക്കം കുറിക്കുന്ന സ്വഭാവത്തിൽ ഹൈദരാബാദ് ക്യാമ്പസിലെ വിദ്യാർത്ഥി മൂവ്മെൻറ്റ് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനെ തുടർന്നാണ് സ്മൃതി ഇറാനിയുടെ MHRD മിനിസ്ട്രിയിൽ നിന്നുള്ള മാറ്റം ഉൾപ്പെടെ സംഭവിക്കുന്നത്. ആ സമരത്തെ തുടർന്നാണ്. അപ്പോൾ അത്തരം ആ സമരത്തിൻ്റെ ഇപ്പോൾ ചോദ്യം തന്നെ വളരെ സമരം എടുത്ത് പരിശോധിച്ച് നമുക്കറിയാം. രോഹിത് മൂവ്മെൻറ്റ് ഒരു ജോയിൻറ്റ് ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും
അതിൽ വ്യത്യസ്ത മൂവ്മെൻറ്റുകൾ, മുസ്ലിം മൂവ്മെൻറ്റുകൾ ഉണ്ടായിരുന്നു, വ്യത്യസ്ത ദളിത് മൂവ്മെൻറ്റുകൾ ഉണ്ടായിരുന്നു, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒരു കളക്റ്റീവായൊരു സമരമാണ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു അലയൻസിന് തുടക്കം കുറിക്കാൻ അത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്കറിയാം ഇന്ത്യയിലെ പൗരത്വ പ്രക്ഷോഭം, നമുക്കറിയാം ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിനേരുണ്ടായ ആ നിയമനിർമ്മാണത്തിനെതിരെ ആ സമരം ആരംഭിക്കുന്നത് വിദ്യാർത്ഥി സമൂഹമാണ്. ആ സമരത്തെ എടുത്ത് പരിശോധിച്ചാലും നമുക്കറിയാൻ സാധിക്കും, പലപ്പോഴും പൗരത്വ പ്രക്ഷോഭത്തെ അടയാളപ്പെടുത്തുമ്പോൾ അതിൽ ഇവിടുത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളൊക്കെ തന്നെയും മുഖ്യ ചാലകശക്തികളായി ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും ആ സമരത്തെ അത് ജാമ്യ മില്ലയുടെ സമരം, അലിഗഡിൻ്റെ സമരം എന്നൊക്കെയാണ് പലപ്പോഴും വിളിക്കപ്പെടാറ്. ഇപ്പോൾ ഷഹീനും നിതയെ പോലുള്ള ആളുകളൊക്കെ ആ സമരത്തിൻ്റെ മുൻനിരയിലുണ്ടായിരുന്ന ആളുകളാണ്. അപ്പോൾ വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരു കോസിന് വേണ്ടി വളരെ കൃത്യമായി ഒന്നിച്ചുകൊണ്ട് ഒരു ക്യാമ്പസിൻ്റെ പേരിൽ സമരം സംഘടിപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ആ സമരം ഇന്ത്യയിൽ വലിയൊരു മൂവ്മെൻ്റായിട്ട് മാറ്റിയെടുക്കാൻ വിദ്യാർത്ഥി സമൂഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ശേഷം നമ്മൾ ഡൽഹിയിൽ നടക്കുന്ന സമരങ്ങൾ എടുത്ത് പരിശോധിച്ചാലും ഒക്കെ നമുക്കറിയാം. ഇപ്പോൾ ത്രിപുര ഭവൻ ഉപരോധം പോലെയുള്ള, ഇപ്പോൾ രാമനവമി ഇതിൻ്റെ പശ്ചാത്തലത്തിൽ UP ഭവൻ ഉപരോധം പോലെയൊക്കെയുള്ള പരിപാടികൾ ഡൽഹിയിൽ നടക്കുമ്പോൾ അവിടെ ഫ്രട്ടേണിറ്റി മൂവ്മെൻ്റ് ഉണ്ട്, SFI ഉണ്ട്, ISI ഉണ്ട്, അങ്ങനെ വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നലെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഡോക്ടർ രത്തൻലാലിനെ ഗ്യാൻവാബി മസ്ജിദ് വിഷയത്തിലെ ട്വീറ്റിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഇന്നലെ രാത്രി മുതൽ അവിടെ ഫ്രട്ടേണിറ്റി മൂവ്മെൻ്റ് നേതൃത്വത്തിൽ ആ ഡൽഹി നോർത്ത് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഫ്രട്ടേണിറ്റി ഒറ്റക്കല്ല, അവിടെ SFI ആ സമരത്തിലുണ്ട്, ISA ആ സമരത്തിലുണ്ട്. അപ്പോൾ വളരെ മനോഹരമായി ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു കൃത്യമായൊരു അലയൻസിനെയും അല്ലെങ്കിൽ ചേർന്ന് പോകുന്നതിനെയൊക്കെ അടയാളപ്പെടുത്താൻ ഇന്ത്യയിലെ വിദ്യാർത്ഥി സമൂഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് അതിൻ്റെ ഒരു സമര പശ്ചാത്തലങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അത്ര അതുകൾ കാണാൻ കഴിയില്ല. കാരണം കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയം നമുക്കറിയാം കുറേ കൂടി ജനാധിപത്യ വിരുദ്ധമാണ്. അവിടെ വ്യത്യസ്തതകൾക്ക് ഇടം നൽകാനുള്ള ഒരു സ്പേസ് പലപ്പോഴും കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരമൊരു രാഷ്ട്രീയം കേരളത്തിൻ്റെ ക്യാമ്പസിലേക്ക് അത്ര കടന്നൊന്നുമില്ല. ഇപ്പോൾ പൗരത്വ സമരത്തിൻ്റെ കാലത്ത് ഫ്രട്ടേണിറ്റി മൂവ്മെൻ്റൊക്കെ ഇനീഷ്യേറ്റീവിൽ തന്നെ അത്തരം ചില നീക്കങ്ങൾ നടന്നിരുന്നു. ഇപ്പോൾ ഫറൂഖ് കോളേജിൽ ആണ് ഇപ്പോൾ കേരളത്തിൽ ആദ്യമായിക്കൊണ്ട് ഒരു കളക്റ്റീവായൊരു സമരം സംഘടിപ്പിക്കുന്നത്. അതിൽ MSFും KSU ഒക്കെ ഉൾപ്പെടെയുള്ള സംഘടനകൾ ആ സമരത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് വന്നിരുന്നു. അങ്ങനെ കേരളത്തിലെ പ്രധാനപ്പെട്ട 25 ക്യാമ്പസുകളിൽ അത്തരമൊരു രാഷ്ട്രീയ സഖ്യമെന്ന സ്വഭാവത്തിൽ തന്നെയുള്ള പരിപാടികൾ നടന്നു വന്നിട്ടുണ്ട്. പലപ്പോഴും SFI ഉണ്ടാക്കുന്ന ഒരു നരേറ്റീവ്, അതിൽ തന്നെ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ കൂടി വീണുപോകുന്ന ഒരു അന്തരീക്ഷമാണ് കേരളത്തിൻ്റെ ക്യാമ്പസുകൾക്കുള്ളത്. അപ്പോൾ അതിനെ കുറേ കൂടി എൻഗേജ് ചെയ്തുകൊണ്ട് മാറ്റാനുള്ള ശ്രമമാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻ്റ് അടക്കമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് മാറ്റങ്ങൾ ആ മേഖലയിൽ നമുക്ക് വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ജാതിയോടുള്ള ക്യാമ്പസിൻ്റെ സമീപനം, സ്ത്രീ അവകാശങ്ങളോടുള്ള ക്യാമ്പസിൻ്റെ സമീപനത്തെക്കുറിച്ചൊക്കെ ഇപ്പോൾ ഇന്ന് പരമ്പരാഗത വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നുള്ള വലിയ ചേഞ്ച് നമുക്ക് അവരുടെ നിലപാടുകളിലൊക്കെ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു പോരാട്ടത്തെ കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ വളരെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു അനിവാര്യത കൂടി നമുക്കുണ്ട്. നമുക്കറിയാം കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ സംഘപരിവാറിന് ഇതുവരെ വലിയ സ്വാധീനമില്ല. അതിവിടുത്തെ വിദ്യാർത്ഥി സമൂഹം കാണിക്കുന്ന ജാഗ്രത തന്നെയാണ്. ഇപ്പോൾ BJP അല്ലെങ്കിൽ സംഘപരിവാർ മനോഭാവമുള്ള ഒരുപാട് ആളുകൾ കേരളത്തിൻ്റെ ക്യാമ്പസുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ BJPക്കുള്ളൊരു സ്വാധീനം പോലും കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ ABVPക്ക് ഇല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അത് കേരളത്തിൻ്റെ ക്യാമ്പസുകളുടെ ഒരു സംഘപരിവാർ വിരുദ്ധ ജാഗ്രതയാണ്. നമുക്ക് വളരെ ഉറപ്പിച്ച് പറയാൻ കഴിയും, കേരളത്തിൻ്റെ ക്യാമ്പസുകളെ ഇവിടെ സംഘപരിവാറിന് വിട്ടുകൊടുക്കാൻ ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹം അനുവദിക്കില്ല എന്നുള്ള ഉറച്ച ജാഗ്രത ഇതിനെ പുലർത്താൻ വിദ്യാർത്ഥി സമൂഹത്തിന് കഴിയും എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാം. അൻവർ സലാഹുദ്ദീൻ, SIOൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. ചെറിയൊരു വിഷയം, നമ്മുടെ ഈ ഫാഷിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ ഫാഷിസത്തിനെതിരെയുള്ള ഒരു പ്രതിരോധ രാഷ്ട്രീയ ഭാഷ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുള്ള ഒന്നാണ്. ഇന്ത്യയിൽ CAA മൂവ്മെൻറ്റ് കാലഘട്ടത്തിൽ തന്നെ, CAA മൂവ്മെൻറ്റ് കാലഘട്ടത്തിൽ തന്നെ അതിനെതിരുള്ള പ്രതിരോധ ഭാഷ ഒരേ സ്വഭാവത്തിലുള്ളതായിരുന്നില്ല. നിലവിലുള്ള ആൻറ്റി ഫാഷിസ്റ്റ് രാഷ്ട്രീയ പ്രതിരോധ ഭാഷയ്ക്ക് പരിമിതികളുണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമയപരിമിതി മൂലം വളരെ ചുരുക്കി
ഷംസീർക്ക് ചോദിച്ച വിഷയാസ്പദമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്നാണ് തോന്നുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ ഫാഷിസ്റ്റ് വിരുദ്ധത അല്ലെങ്കിൽ ഫാഷിസ്റ്റ് പ്രതിരോധം, അതിൻ്റെ ഭാഷ അല്ലെങ്കിൽ അതിൻ്റെ രൂപം, അതിൻ്റെ സമീപന രീതി, അതിൻ്റെ ഫ്രെയിംവർക്ക് ആരാണ് യഥാർത്ഥത്തിൽ നമുക്ക് നിശ്ചയിച്ചു തരുന്നത് എന്നത് നമ്മുടെ പുതിയ കാലത്തെ നമ്മൾ ഫാഷിസം എന്ന് പേരിട്ട് വിളിക്കുന്ന, അല്ലെങ്കിൽ അതിനെങ്ങനെ വിളിക്കണം എന്നത് വേറൊരു ചർച്ചയാണ്. അപ്പം അതിൽ ആരുടെ ഭാഷയാണ്, ആരുടെ ഫ്രെയിംവർക്കാണ്, ആരുടെ രൂപകത്തെയാണ് നമ്മൾ നിരന്തരം നമ്മുടെ സോഷ്യൽ മൊബിലൈസേഷന് അത് നടത്താനോ നടത്താതിരിക്കാനോ ഉള്ള കാരണങ്ങളായിട്ട് നിരന്തരം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് പുതിയ കാലത്ത് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് എന്നാണ് തോന്നുന്നത്. പ്രധാനമായും ഇപ്പോൾ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തിന് ശേഷം ഇടതുപക്ഷവും വലതുപക്ഷവും പ്രത്യേകിച്ച് മുസ്ലിം കർതൃത്വത്തിൽ നടക്കുന്ന വ്യത്യസ്ത സോഷ്യൽ മൊബിലൈസേഷനെ അതിനെ വിലയിരുത്താൻ ഉപയോഗിക്കുന്ന വിശകലന രീതികളിൽ ഇടതുപക്ഷവും വലതുപക്ഷവും സമാനമായ വിശകലന രീതിയിലേക്ക് ഒന്നിച്ചതായിട്ട് ധാരാളം ആളുകൾ പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അവിടെയാണ് തീവ്രവാദം പോലെയുള്ള പദപ്രയോഗങ്ങൾ നിരന്തരം ഉന്നയിക്കപ്പെടുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഫാഷിസ്റ്റ് വിരുദ്ധത എന്നത്, ഞാനതിൽ ഫാഷിസം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാമോ ഇല്ലേ എന്നത്, അത് ഉപയോഗിച്ചാൽ നമുക്ക് എത്രത്തോളം ഒരു നമ്മുടെ മുസ്ലിം വിരുദ്ധ വംശീയതയെ അടയാളപ്പെടുത്താൻ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സാഹചര്യത്തിലൊക്കെ കഴിയുമെന്നതിനെക്കുറിച്ച് കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയത്തെയോ അതേപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മൊബിലൈസേഷനെയൊക്കെ ഒരു ഒബ്ജക്റ്റ് എന്ന രീതിയിൽ നിന്നുകൊണ്ടാണ് നമ്മളെപ്പോഴും ചർച്ച ചെയ്യാറുള്ളത്. അപ്പോൾ ആരോ ഇട്ട് തരുന്ന വിക്ടിം എന്ന് പറയുന്നൊരു ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ വേദാർത്ഥത്തിൽ ഇരകളാക്കപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റി എന്ന രീതിയിലുള്ള ഒരു ഒബ്ജക്റ്റ് എന്ന രൂപത്തിലാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയത്തെ നിർണ്ണയിക്കാറുള്ളത്, രാഷ്ട്രീയത്തെക്കുറിച്ച് ആലോചിക്കാറുള്ളത്, നമ്മുടെ സോഷ്യൽ മൊബിലൈസേഷനെ കുറിച്ച് ആലോചിക്കാറുള്ളത്. അപ്പം ഇത് പല രൂപത്തിൽ നമ്മൾ പലരുടെയും നമ്മളെ തന്നെ പല രൂപത്തിൽ മെരുക്കിയെടുക്കാനുള്ള ടൂളുകളായിട്ട് ഈ ഒരു ഒബ്ജക്റ്റ് എന്ന രൂപത്തിൽ നമ്മൾ ആലോചിക്കുന്ന സമയത്ത് നമ്മുടെ ഈ രാഷ്ട്രീയ ഭാഷകൾ മാറിത്തീരാറുണ്ട്. അപ്പോൾ ഇതിന് പകരം ഇപ്പോൾ പ്രൊഫസർ സൽമാൻ സയ്യിദിൻ്റെ തിങ്കിങ് ത്രൂ ഇസ്ലാമോഫോബിയ, എ ഗ്ലോബൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന എങ്ങനെയാണ് നമ്മൾ ഇസ്ലാമോഫോബിയയെ സമീപിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊരു വിശകലന രീതി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അതിൽ പറയുന്ന കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ നിന്ന് മാറി എപ്പോഴും സബ്ജക്റ്റ് നമ്മളായി കൊണ്ട് തന്നെ നമ്മുടെ രാഷ്ട്രീയത്തെ രൂപപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നതാണ്. അപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ, ഫാസിസം എന്ന് പറയുന്ന ഭാഷ, നമുക്ക് ഫാസിസം എന്ന് പറയുന്ന പദപ്രയോഗങ്ങൾ എത്ര രൂപത്തിൽ നമ്മുടെ മുസ്ലിം വിരുദ്ധ വംശീയതയെ അടയാളപ്പെടുത്താൻ കഴിയും? പല രൂപത്തിൽ. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ഉദാഹരണമായിട്ടെടുക്കാം. അപ്പോൾ കേരളത്തിൽ ഏറ്റവും അടുത്ത കാലത്ത് നടന്നിട്ടുള്ള ഒരു ആഭ്യന്തര വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒന്നാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പോസ്റ്റിനെതിരെ കേസെടുക്കുക എന്ന് പറയുന്നത് പോലീസിൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ SI അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പോലീസ് മേധാവിക്ക് മുഴുവൻ ജില്ലാ പോലീസ് മേധാവികൾക്കും RTA കൊടുത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട RTAയിൽ നിന്ന് ആ കേസുമായി ബന്ധപ്പെട്ട് 90% കേസുകൾ എടുത്തിരിക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾക്കാണ് എതിരെയാണ് എന്നാണ് നമുക്ക് ബോധ്യപ്പെട്ടത്. എങ്ങനെയാണ് നമ്മൾ ആ ഒരു നടപടിയെ വിശകലനം ചെയ്യുക? നമുക്ക് ഫാഷിസം എന്ന് പറയുന്ന ഒരു പദപ്രയോഗത്തിന് ആ ഒരു നടപടിയെ, മുസ്ലിം വിരുദ്ധ വംശീയതയിലൂന്നിയ നടപടിയെ വിശകലനം ചെയ്യാനുള്ള പരിമിതി ഉണ്ടോ ഇല്ലേ? ഇപ്പോൾ നേരത്തെ പല രൂപത്തിൽ ഇവിടെ ആളുകൾ, ഇവിടുത്തെ സെക്യുലർ പാർട്ടികൾ കാണിക്കുന്ന മൗനത്തെക്കുറിച്ചും ഒക്കെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അത് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മുസ്ലിം വിരുദ്ധ വംശീയതയെ അടയാളപ്പെടുത്താനും അതിനെ മനസ്സിലാക്കാനും അതിനെ ചൂണ്ടിക്കാണിക്കാനും നമുക്ക് എങ്ങനെ സ്വന്തമായിട്ട് തന്നെ രാഷ്ട്രീയ ഭാഷയും വിശകലന രീതിയും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നതാണ്. ഇല്ലെങ്കിൽ വലിയ അപകടവും ഉണ്ടാവും. കാരണം ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത് ഇത്തരത്തിൽ അവർ രൂപപ്പെടുത്തിയ ഭാഷകളിലൂടെ നമ്മൾ സോഷ്യൽ മൊബിലൈസേഷനെ കുറിച്ച് ആലോചിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുകൂടിയാണ്. ഇല്ലെങ്കിൽ നമുക്കെതിരെ ഈ ഒരു ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ കേരളത്തിൽ ആരാണ് ഇവിടെ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ, ഇവിടെയുള്ള മുസ്ലിം സംഘടനകൾക്കെതിരെ ഏറ്റവും കൂടുതൽ തീവ്രവാദം എന്ന് പറയുന്ന പദപ്രയോഗം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഈ തീവ്രവാദം എന്ന് പറയുന്ന പദപ്രയോഗം ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തിരിച്ച് റെസ്പോൺസ്, നമ്മൾ
തീവ്രവാദികളല്ല എന്ന് കാണിക്കാൻ വേണ്ടി തെളിവുകൾ നിരത്തുകയല്ല യഥാർത്ഥത്തിൽ. മറിച്ച് തീവ്രവാദം എന്ന് പറയുന്ന ഭാഷ ഉപയോഗിക്കുന്നത് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതി എന്ന് പറയുന്നത് നമ്മുടെ ഒരു സോഷ്യൽ മൊബിലൈസേഷൻ, ഒരു മുസ്ലിം കർത്തൃത്വത്തിൽ ഒരു സോഷ്യൽ മൊബിലൈസേഷനെ അത് റദ്ദ് ചെയ്യുക എന്നതാണ്. അപ്പോൾ അതിനപ്പുറം നമ്മൾ അവർ ഉന്നയിക്കുന്ന ഭാഷയെ പ്രതിരോധിക്കാമെന്നല്ലാതെ ആ ഉന്നയിക്കുന്ന ഭാഷയിൽ തന്നെ ഇസ്ലാമോഫോബിയ ഒളിഞ്ഞുകൊടുക്കുന്നുണ്ട് എന്ന രൂപത്തിൽ നമ്മൾ തിരിച്ച് നമ്മുടേതായിട്ടുള്ള രാഷ്ട്രീയ ഭാഷ ഉപയോഗിക്കുമ്പോഴാണ് ഫാഷിസ്റ്റ് പ്രതിരോധം രൂപപ്പെടുന്നത് എന്നതാണ്. അപ്പോൾ ലോകത്ത് പല രൂപത്തിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ നമ്മൾ ഈ മുസ്ലിം വിരുദ്ധ വംശീയതയെ അടയാളപ്പെടുത്തുക, അതിനെതിരെ നമുക്ക് സോഷ്യൽ മൊബിലൈസേഷൻ സാധ്യമാകുക, ഇതിനെക്കുറിച്ച് പല ആളുകൾ പല രൂപത്തിൽ പഠനം നടത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ കേവലം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഫോക്കസ് ചെയ്തുകൊണ്ടോ ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള വിഭാഗത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടോ നമ്മുടെ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ പോകരുത് എന്നതാണ്. മറിച്ച് ഇതിനെ ഇനേബിൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഫാഷിസത്തെ ഇസ്ലാമോഫോബിയയോ അതിനെ നിരന്തരം അതിനെ കണ്ടിന്യൂ ചെയ്യാനുള്ള പ്രചോദനം നൽകുന്ന പല രൂപത്തിലുള്ള ഘടകങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. ഉദാഹരണം തീവ്രവാദം എന്ന് പറഞ്ഞു. ഇതുപോലെ ഒരു പദപ്രയോഗമാണ്, ഞാൻ അവസാനിപ്പിക്കാൻ, ഒരു പദപ്രയോഗമാണ് സാമുദായികത എന്ന് പറയുന്നത്. സാമുദായികത എന്ന് പറയുന്ന പദപ്രയോഗം ആർക്കെതിരെ ഉപയോഗിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയിൽ പല രൂപത്തിൽ, ഇപ്പോൾ CAA മൂവ്മെൻ്റ് ആകട്ടെ, പല രൂപത്തിലുള്ള മുസ്ലിം കർത്തൃത്വത്തിലുള്ള മൂവ്മെൻറ്റുകൾ രൂപപ്പെടുന്ന സമയത്ത് ഇവിടെയുള്ള പല രൂപത്തിൽ അതിനെ എതിർത്ത് നിൽക്കുന്ന എതിർചീരിയിലുള്ള ആളുകൾ ആ മൂവ്മെൻറ്റിൻ്റെ സോഷ്യൽ മൊബിലൈസേഷനെ റദ്ദ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? സാമുദായികത എന്ന് പറയുന്ന ഭാഷ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരേ സമയം നമുക്ക് ഇൻറ്റേർണലായിട്ട് നമ്മൾ തിയോളജിക്കലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ ആർക്കെതിരെ ഉപയോഗിക്കുന്ന ഭാഷയാണ് നമ്മൾ തന്നെ നമ്മുടെ സോഷ്യൽ മൊബിലൈസേഷൻ റദ്ദ് ചെയ്യാൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്നതാണ്. അത്തരത്തിലുള്ള ഭാഷയ്ക്കപ്പുറത്ത് നിന്നുകൊണ്ടൊരു സമരത്തെ സാധ്യമാക്കിയത് കൊണ്ടാണ്, ഒരു ബഹുജന സമരത്തെ സാധ്യമാക്കിയത് കൊണ്ടാണ് CAA മൂവ്മെൻറ്റിന് ഇന്ത്യയിൽ ആ അർത്ഥത്തിലുള്ള ഒരു പ്രതിരോധം തീർക്കാൻ കഴിഞ്ഞത് എന്നതുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. കേൾക്കാമല്ലോ. ഷഹീൻ അബ്ദുള്ള, അസോസിയേറ്റ് ക്രിയേറ്റീവ് എഡിറ്റർ, മക്തൂബ് മീഡിയ. അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകൻ എന്നതോടൊപ്പം തന്നെ ഒരു സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹത്തോട് നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ധാരാളം ചില ലേഖനങ്ങളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം വന്നിട്ടുണ്ട്. ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിലെ ഇന്ത്യൻ മുസ്ലിം കമ്മ്യൂണിറ്റി, അവർക്കിടയിൽ ഇന്ത്യയിലെ ഇസ്ലാമോഫോബിയ പ്രകാരമാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു സാധ്യതയെ ഇന്ത്യൻ മുസ്ലിം കമ്മ്യൂണിറ്റി തന്നെയും ഏത് വിധത്തിലാണ് ഇനി അങ്ങോട്ട് പ്രയോജനപ്പെടുത്തേണ്ടത്? അസ്സലാമു അലൈക്കും. ഒരു വലിയ പാനലാണ്. പാനലിൽ ഏകദേശം ഒരു സൗകര്യം എന്ന് വെച്ചാൽ ഏകദേശം എല്ലാവരും അറിയാം. ആദിത്യ സർ ഇസ് ലൈക്ക് ലാർജർ ദാൻ ജേർണലിസ്റ്റ്. നമ്മൾ ഉറ്റുനോക്കുന്ന, നമ്മൾ അങ്ങനെ ആവണമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളാണ് റജാവുൽ ഭായ് ആൻഡ് ഇംതിയാസ് ഭായ്. വി ഹാവ് മെറ്റ് ഇൻ 2018. 2018 SIO തന്നെ ഇറക്കിയ ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഡൗട്ട് എന്നുള്ള ഡോക്യുമെൻ്ററിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള വയ്ക്കുന്നുണ്ട്. യു ഹാവ് ബീൻ എ വണ്ടർഫുൾ ഹോസ്റ്റ് ഇൻ അസാം. ലബീദ് ഭായ് SIO പ്രസിഡൻ്റായ സമയത്ത് ഞാൻ ഡൽഹിയിലുണ്ടായിരുന്നു. ആൻഡ് വി ഹാവ് ഡൺ സംതിങ് ഹ്യൂജ് ആൻഡ് മോസ്റ്റ് മെമ്മറബിൾ ആൻഡ് ഐ എം ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ഫോർ യു. റാസിഖ് റഹീം സാഹിബ് എനിക്ക് തോന്നുന്നു നിരന്തരമായിട്ട് നമ്മൾ സംസാരിക്കുന്ന ആളുകളായിട്ടാണ്. ആസിഫ് ഭായ്, ഹവേലി. Asif Bhai has this home called Haveli in Shaheen Bagh, and I think so we have spent lots of nights until morning just sitting there and discussing things. And I have seen your journey from 2019 and to whatever you have become right now, and I don't know how to call it. I might write a book about it if you let me. മറ്റുള്ളവർ കേരളത്തിലെ ആളുകൾ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും പരിചയമുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഷഫിൻക, സമറിൻ്റെ ആക്ടിവിസ്റ്റൊക്കെ നമ്മൾ കണ്ടാണ്. സോ ഇവരൊക്കെ അറിയുക എന്നുള്ളത് മാത്രമാണ് ഞാനിവിടെ ഇരിക്കാനുള്ളൊരു പ്രധാന കാര്യം. ഇവരൊക്കെ ചെയ്തു വെച്ചുള്ള ഒരു വർക്കിനെ എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുവരാം, അതെങ്ങനെ നമ്മൾ ലോകത്തോട് പറയാം. കാരണം ഇന്ത്യയിലുള്ള സംവിധാനങ്ങൾ എല്ലാ രീതിയിലും എന്ത് ചെയ്തിട്ടുണ്ട്, സംഘപരിവാറിൻ്റെ ഒരു സോഷ്യൽ സ്ട്രക്ചർ, സോഷ്യൽ
സ്ട്രക്ചർ ചെയ്തുകൊണ്ട് ഒരു സ്ട്രക്ചറൽ ജനോസൈഡാണ് അതിൽ ആദ്യം ചെയ്തത്. അല്ലെങ്കിൽ സ്ട്രക്ചറൽ ജനോസൈഡൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക, നമുക്ക് ജുഡീഷ്യറിയെ പേടിക്കേണ്ടി വരിക, നമ്മൾക്ക് ജുഡീഷ്യറിയിലേക്ക് പോകുമ്പോൾ തന്നെ ഒരു പേടിക്കേണ്ട അവസ്ഥ വരുന്നു, നമ്മൾക്ക് ഇവിടുത്തെ പോലീസ് എൻഫോഴ്സ്മെൻറ്റിനെ വിളിക്കുന്നത് തന്നെ പേടി വരുന്നൊരു അവസ്ഥ വരുന്നു, ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇവിടുത്തെ പാർലമെൻറ്റ് ഒരു നിയമം പാസ്സാക്കുമെന്ന് പറഞ്ഞാൽ തന്നെ അതിലെവിടെയാണ് മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു കെണി വെച്ചിരിക്കുന്നത് എന്നുള്ളത് സൂക്ഷിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ ലോകത്തിലെ ഏതൊരു ഒപ്രസ്ഡ് കമ്മ്യൂണിറ്റി ചെയ്യുന്നത് പോലെ വി ലുക്ക് ഫോർ അവർ ഡയസ്പോറ, വി ലുക്ക് ഫോർ ദ അതർ കമ്മ്യൂണിറ്റീസ്, നമ്മളുടെ പുറത്തുള്ള മുസ്ലിം കമ്മ്യൂണിറ്റികളോട് നമ്മളുടെ സഹായം, നമ്മൾ ഉമ്മത്താവുന്നതിൻ്റെ ഒരു പ്രത്യേകത, നമ്മളുടെ ഒരു ഭാഗത്ത് ഒരു വേദന വന്നു കഴിഞ്ഞാൽ അത് മറ്റു ഭാഗത്തും അത് അറിയാനും അതിനോട് പ്രതികരിക്കുന്നതാണ്. അതിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഇന്നലെ ആയിട്ട് കേട്ട് വെച്ചൊരു പോഡ്കാസ്റ്റ് സീരീസിൻ്റെ അവസാനം ഹംസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രിട്ടീഷ് ജേർണലിസ്റ്റ് പറയുന്നുണ്ട്. അവർ എണ്ണി പറയുമ്പോൾ ഉയ്യൂർ മുസ്ലിംസ്, റോഹിംഗ്യൻസ് ഇൻ മയന്മാർ പറഞ്ഞിട്ട് അടുത്ത പറയുന്നത് ഇന്ത്യൻ മുസ്ലിംസിനെ കുറിച്ചാണ്. കാരണം അങ്ങനൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ അങ്ങനൊരു ആ ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇന്ത്യൻ മുസ്ലിങ്ങൾ ഈ 3 കാറ്റഗറി ജനസൈഡോട് ബന്ധപ്പെട്ട വംശഹത്യയോട് മുന്നിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ മറ്റ് 2 കൂട്ടരും വംശഹത്യയിൽ കഴിയുന്ന ജനങ്ങളാണെങ്കിൽ വംശഹത്യയെ നോക്കി നിൽക്കുന്ന ഒരു ജനതയായിട്ടും ഇന്ത്യൻ മുസ്ലിങ്ങളെ മനസ്സിലാക്കാൻ, അങ്ങനെ ഉൾക്കൊള്ളാൻ ഒരു ലോക സമൂഹത്തിന് തയ്യാറായി എന്നുള്ളതാണ്. അതിന് ഒരുപാട് ആളുകളുടെ ഒരുപാട് രീതിയിലുള്ള അധ്വാനങ്ങളുണ്ട്. അതിൻ്റെ ഒരു ചില ചേഞ്ചസ് നമ്മൾ കാണുകയാണ്. വളരെ രസകരമായിട്ടുള്ള കാരണം ഇന്ത്യയിൽ ഇതുവരെ ഉപയോഗിച്ച ആൻറ്റി നാഷണൽ എന്നുള്ള വാക്കുകൾ വളരെ വ്യാപകമായിട്ട് ഇന്ത്യയിൽ ഈ CAA മൂവ്മെൻറ്റിന് മുന്നേ ഉപയോഗിച്ചിരുന്നു, അല്ലെങ്കിൽ CAA മൂവ്മെൻറ്റിന് ശേഷം ആൻറ്റി നാഷണൽ ദേശവിരുദ്ധമാവുക എന്നുള്ളത്. ഇപ്പോൾ കൂടുതൽ പറയുന്നൊരു സാധനം ആൻറ്റി ഇന്ത്യ എന്നാണ്. ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള ആൻറ്റി ഇന്ത്യ ആക്ടിവിറ്റീസാണ് ഇന്ത്യയിൽ നടക്കുന്നത്, ആൻറ്റി ഇന്ത്യ ആക്ടിവിറ്റീസാണ് ഓപ്പോസിഷൻ പാർട്ടീസ് നടത്തുന്നത്, ആൻറ്റി ഇന്ത്യ ആക്ടിവിറ്റീസാണ് ഡയസ്പോറ അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻസ് നടത്തുന്നത്. അപ്പം ആൻറ്റി സെമിറ്റിക് എന്നൊക്കെ ഉപയോഗിക്കുന്ന പോലെ ആൻറ്റി നാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുമാവാം, അല്ലെങ്കിൽ ഏത് നേഷൻ്റെ എന്നുള്ളതാവുന്നതിന് പകരം ഇന്ത്യ തന്നെ ഇന്ത്യയിലുള്ള ജനവിഭാഗങ്ങളോടോ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള മീഡിയ അല്ലെങ്കിൽ ഗ്രൂപ്പുകളോടോ സംസാരിക്കുന്നതിന് പകരം ഇന്ത്യയിൽ പുറത്തു വന്നുകൊണ്ടുവരുന്ന ഈ ഒരു പ്രഷർ, ഇന്ത്യൻ മുസ്ലിങ്ങളും അല്ലെങ്കിൽ ഇന്ത്യൻ മൈനോറിറ്റീസ് ഉണ്ടാക്കിയുള്ള ഒരു വലിയ പൊളിറ്റിക്കൽ പ്രഷറിനെ അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിനുള്ള ഒരു സാക്ഷ്യപത്രമാണ് ആൻറ്റി ഇന്ത്യ എന്ന് ഇന്ത്യൻ ഗവൺമെൻറ് നിരന്തരമായി പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. കാരണം അവർ ഇനി സംസാരിക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിയോടോ അല്ലെങ്കിൽ ഇവിടുത്തെ ജുഡീഷ്യറിയോടോ അല്ലെങ്കിൽ ഇവിടുത്തെ സിവിൽ സൊസൈറ്റിയോടോ അല്ല, അതൊക്കെ അവർ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. പക്ഷേ അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഇന്ത്യ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആംനസ്റ്റി ഇൻ്റർനാഷണൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ US സെനറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ ആയിക്കോട്ടെ, അങ്ങനെയുള്ള ആ രീതിയിൽ ഇതിനെ ചാനലൈസ് ചെയ്യാൻ ഇപ്പോൾ ഗാംബിയ എന്നുള്ള രാജ്യത്തിലൂടെ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിലേക്ക് റോഹിംഗ്യയുടെ വിഷയം എത്തുന്നത് പോലെ, അയർലൻഡിലൂടെ പലസ്തീൻ ഇഷ്യൂസ് റേസ് ചെയ്യുന്നത് പോലെ ഒരു ചാനൽ, ഒരു പുതിയ അവന്യൂ ഉണ്ടാക്കാൻ ഇന്ത്യൻ മുസ്ലിങ്ങൾ ശ്രദ്ധിക്കുന്നു. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുന്നു. ഗൾഫ് കൺട്രീസിലുള്ള ആളുകളും ഇതിന് ചെറിയ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ, ഗൾഫ് കൺട്രീസിലുള്ള പല രീതിയിലുള്ള ഡൈനാമിക്സ് ഉണ്ടെങ്കിൽ കൂടി, പ്രത്യേകിച്ച് കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ച, കേരളത്തിൽ ഒരു ഗൾഫിലുള്ള ഒരു പ്രവാസി ഇവിടെ വലിയ മുസ്ലിം വിരുദ്ധ വിദ്വേഷ പ്രചരണം നടത്തിയപ്പോൾ അതിൻ്റെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ജോലി തെറിപ്പിക്കുക എന്നുള്ളത് അത് നല്ല ടെംപ്ലേറ്റാണ്. നമ്മൾ മലയാളി മുസ്ലിങ്ങൾ ഓർത്ത് വെക്കേണ്ട, അങ്ങനെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവരെ കൃത്യമായിട്ട് അവരെ ശ്രദ്ധിച്ചുകൊണ്ട് അവരെ ജോലിയിൽ നിന്ന് ഒഴിവാക്കുക, സാമൂഹികമായിട്ട് അകറ്റി നിർത്തുക എന്നുള്ളൊരു പണി ചെയ്യുക എന്നുള്ളത് തുടങ്ങേണ്ടത്. എനിക്ക് തോന്നുന്നു കേരള മുസ്ലിംസ് ആണ് അതിൽ കുറച്ചുകൂടെ പിറകോട്ട് നിൽക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. മറ്റ് മുസ്ലിം കമ്മ്യൂണിറ്റീസ് വളരെ കൃത്യമായിട്ട് ഓരോരുത്തരെ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് അവരെ ടാർഗറ്റ് ചെയ്യാനും അവരിൽ നിന്നുള്ള മുസ്ലിം വിരുദ്ധതയെ ചോദ്യം ചെയ്യാനും അവരെ പ്രതിക്കൂട്ടിൽ നിർത്താനുമുള്ള തയ്യാറാവുന്നുണ്ട്. ആ രീതിയിൽ പുതിയ ഒരുപാട് മൂവ്മെൻറ്റുകൾ നടന്നിട്ടുണ്ട്. അതിലൊരു പ്രധാന ഇൻസിഡൻറ്റ്, ഇത് ഞാൻ ഷെയർ ചെയ്തല്ല, നാളെ വരാൻ പോകുന്ന ആഗാർ പട്ടേൽ പറഞ്ഞൊരു കാര്യമാണ്. യൂറോപ്യൻ യൂണിയനിൽ ഒരു റെസൊല്യൂഷൻ വന്നു ആൻറ്റി CAക്കെതിരെ, അല്ലെങ്കിൽ CA എന്നുള്ള നിയമത്തിനെതിരെ ഒരു റെസൊല്യൂഷൻ വരാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോഴാണ് CAയുടെ മൊത്തം ഗൈഡ് ലൈൻസ്, അല്ലെങ്കിൽ CA ഇതുവരെ ഒരു നിയമമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റീവിൽ വരാത്തതിനൊരു കാരണം
അത് അങ്ങനെ ഒരു റെസൊല്യൂഷൻ EUവിലൊരു റെസൊല്യൂഷൻ വരുമെന്ന് പറഞ്ഞപ്പോൾ അത് നിർത്തിവെച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആംനസ്റ്റിയുടെ ആകാർ പട്ടേൽ തന്നെ അതിന് സാക്ഷ്യം വെച്ചുകൊണ്ട് പറയുകയാണ്. അതിനൊരു കാരണം നമ്മളെല്ലാവരും കൂടെ നടത്തിയിട്ടുള്ള ഒരു കളക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. നമ്മൾ നടത്തിയിട്ടുള്ള ഷാഹിൻ ബാഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേതൊക്കെ രീതിയിൽ നമ്മൾക്ക് പറ്റിയിട്ടുണ്ടോ ആ രീതിയിൽ നമ്മൾ ചെറുത്ത് നിൽപ്പുകളാണ്. അപ്പം കൊള്ളാണ്ടൊന്നും നിൽക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അവർക്ക് കൊള്ളുന്നുണ്ട്, അവർ പതറുന്നുണ്ട്, അവർക്ക് അതിൻ്റോട് അവരും ബുദ്ധിമുട്ടുന്നുണ്ട്, അവർക്കും വാക്കുകൾ കിട്ടാണ്ടാകുന്നു, അവർ പുതിയ വാക്കുകൾ തേടിപ്പോകേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. ഇന്ത്യയിൽ ഒരു വംശീയഹത്യ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇവിടുത്തെ ലിബറലുകൾ ഇവിടെയുള്ളൊരു ഫാബ്രിക്കിനെ, ഒരു സെക്യുലർ ഫാബ്രിക്കിനെ എന്തോ ഒരു തീ കത്തിയതോ അല്ലെങ്കിൽ അതിനെന്തോ ഒരു ചെറിയ ഭംഗം വന്നു എന്നുള്ള രീതിയിലുള്ള സംഭാഷണത്തിൽ നിന്നും മാറ്റിക്കൊണ്ട് കേരളത്തിൽ അല്ലെങ്കിൽ കൂടി ഇന്ത്യയിലുടനീളം ഇതൊരു ജനസൈഡാണ്, അല്ലെങ്കിൽ ദിസ് ഇസ് എ ജനസൈഡൽ അറ്റംപ്റ്റ് എന്ന് പറയാനുള്ള ഒരു ശേഷി, അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ശേഷിയിലേക്ക് ഇന്ത്യൻ മുസ്ലിങ്ങൾ തന്നെ പറഞ്ഞുണ്ടാക്കിയ ഒരു നെറേറ്റീവിന് സാധിക്കുന്നു. അത് ലോകം അംഗീകരിക്കുന്നു. അതിന് റാണ അയ്യൂബിനെ പോലുള്ള ഫിഗേഴ്സിനെ നമ്മൾ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. കാരണം അതിന് മുന്നേ അതിൽ വാഷിങ്ടൺ പോസ്റ്റിലോ അല്ലെങ്കിൽ ന്യൂയോർക്ക് ടൈംസിലോ എഴുതിയിരുന്ന ആളുകൾ മുസ്ലിങ്ങൾ അല്ലാത്ത ആളുകളായിരുന്നു. അവർ ഈ പ്രശ്നങ്ങളെ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മുസ്ലിം വിഷയത്തെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. കമ്മ്യൂണലിസം എന്നുള്ള വാക്കുകൾ മാത്രമായിരുന്നു ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഇസ്ലാം ഫോബിയ എന്നുള്ള വാക്കിനെ ഉപയോഗിക്കാനും അതിനെ അസേർട്ട് ചെയ്യാനുമുള്ള തുടക്കം. ഇപ്പോഴും നിങ്ങൾ വയറെടുത്ത് കഴിഞ്ഞാൽ അതിൽ വായിക്കാൻ പറ്റുക, അതിൻ്റെ ടൈറ്റിൽ വരാമെന്ന് വെച്ചാൽ കമ്മ്യൂണലിസം എന്നുള്ള വാക്കാണ്. It's high time we say it is Islamophobia, because a lot of things are happening only on Islamophobia. അപ്പോൾ നമ്മൾ അതിനെ അത്രയും വലിയൊരു പ്രൊജക്ഷൻ, അത്രയും വലിയൊരു ന്യൂസ് കാറ്റഗറി ഇന്ത്യയിലെ ഹേറ്റ് ക്രൈംസ് വരുമ്പോൾ പോലും അതിനെ അഡ്രസ്സ് ചെയ്യാതിരിക്കുന്ന മാധ്യമങ്ങൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് ഇൻ്റർനാഷണൽ മീഡിയ അതിനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. അങ്ങനെയുള്ളൊരു പുതിയ ട്രെൻഡ് വരുന്നുണ്ട്. അത് മുസ്ലിങ്ങളുടെ കൂട്ടായിട്ടുള്ള പരിശ്രമമാണ്. ആൻഡ് അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ തന്നെ കാണാൻ പറ്റുന്നത്. അതിനെ അഡ്രസ്സ് ചെയ്യാൻ ഇവിടുത്തെ ഗവൺമെൻറ് തയ്യാറാവുന്നു. ഇവിടെ പല നിയമങ്ങളും മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ BJP പ്രതിസന്ധിയിലാവുന്നു എന്നുള്ളതാണ്. നിദാ പർവീൻ അവസാനം എത്തുന്നതിൽ ക്ഷമയോദിക്കുകയാണ്. നിദാ പർവീൻ സ്റ്റുഡൻസ് ആക്ടിവിസ്റ്റാണ്. DU ടിസ് പോലെയുള്ള സ്ഥാപനങ്ങളിൽ ഉപരിപഠനം നടത്തി. ഏറ്റവും അവസാനം നടന്ന ഈ ബുള്ളിബായ് വിഷയത്തിൽ വളരെ സംഘപരിവാറിനോട് നേർക്കുനേരെ ഏറ്റുമുട്ടിയ ഒരു ഫൈറ്റർ കൂടിയാണ് നിദാ പർവീൻ. സമീപകാലത്തായി മുസ്ലിം സുള്ളീഡീസ് ആൻഡ് ബുള്ളിബായ് ഇത് രണ്ടും ഒരു വർഷത്തെ ഒരു ഇടവേളക്കുള്ളിൽ തന്നെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള രണ്ട് സംഭവങ്ങളാണ്. പ്രത്യേകിച്ച് സാമൂഹ്യ പ്രവർത്തന, രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് ലീഡിംഗ് പൊസിഷനിൽ നിൽക്കുന്ന മുസ്ലിം സ്ത്രീകളെ ഉന്നം വെച്ചുകൊണ്ട് സംഘപരിവാർ നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ ഫ്രഞ്ച് ഗ്രൂപ്പുകൾ നടത്തിയിട്ടുള്ള ഒരു സൈബർ ഓപ്പറേഷൻ. എന്താണ് യഥാർത്ഥത്തിൽ ഈ മുസ്ലിം വിമൻ കമ്മ്യൂണിറ്റിക്കുള്ളിൽ ഈ മൊബിലൈസേഷനുമായി അല്ലെങ്കിൽ ഹിന്ദുത്വ റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ, അതിൻ്റെ ഒരു ഇന്നർ ഡൈനാമിക്സ്, എന്തുകൊണ്ട് സംഘപരിവാർ മുസ്ലിം വിമൻ എന്ന ഒരു കാറ്റഗറിയെ സവിശേഷമായി ടാർഗറ്റ് ചെയ്യുന്നു? Assalamu alaikum warahmatullah. First of all, thanks for this invitation. And ഞാൻ സദസ്സിനെ അഭിമുഖീകരിച്ച് സംസാരിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് തന്നെ മലയാളത്തിലായിരിക്കും സംസാരിക്കുക. അതിന് ക്ഷമ ചോദിക്കാണ്. സുള്ളിഡീൽസ് ബുള്ളിബായ് വിഷയം എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള മിക്ക ആളുകൾക്കും ഇതിനെക്കുറിച്ച് നല്ലധികം ധാരണയുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. നമുക്കറിയാം, ഒരു ഹിന്ദു നേഷൻ അല്ലെങ്കിൽ ഹിന്ദു മിസോജനിസ്റ്റിക് ബിലീഫ് തന്നെ വിമൻ എന്നുള്ളൊരു കാറ്റഗറിയെ ഭയങ്കര ഒബ്ജക്റ്റിഫൈഡ് ചെയ്തുകൊണ്ട്, അവരൊരു ബയോളജിക്കൽ ഒബ്ജക്റ്റ് മാത്രമായി കണ്ടുകൊണ്ടാണ് ഹിന്ദു നാഷണലിസം മുന്നോട്ട് നീങ്ങുന്നത് തന്നെ. അതിൻ്റെ തുടർച്ചയാണ് നമുക്ക് കാണാൻ പറ്റിയത്. ട്രിപ്പിൾ തലാഖ് ആവട്ടെ, ആൻറ്റി കൺവേർഷൻ ആവട്ടെ, എല്ലാം ഹിന്ദു മിസോജനിസ്റ്റ് എങ്ങനെയാണോ മുസ്ലിം വിമൻ ബോഡിയെ അല്ലെങ്കിൽ വിമൻ എന്നുള്ളൊരു ബോഡിയെ മുന്നോട്ട് വെക്കുന്നതിന് അടിസ്ഥാനമാക്കിയിട്ടാണ്. ഇതിലിപ്പോൾ സുള്ളിബായ് ബുള്ളി ഡീൽസിൽ വന്ന മിക്ക സ്ത്രീകളിലും മുസ്ലിം സ്റ്റുഡൻറ് ആക്ടിവിസ്റ്റുകളും അത് കൂടാതെ ഫാഷിസ്റ്റുകളെ എതിർക്കുന്ന അല്ലെങ്കിൽ അതിനെതിരെ ശക്തമായി പോരാടുന്ന ജേർണലിസ്റ്റുകളും ഉമ്മമാരടക്കം ബുള്ളി ഡീൽസിൽ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഇതിൽ കാണാൻ സാധിക്കുന്നത് സുള്ളി ഡീൽസിലെ പരാതികൾ നൽകിയിട്ട് പോലും അതിനെതിരെ യാതൊരു തരത്തിലുള്ള, കേരളത്തിലാവട്ടെ
മറ്റു സംസ്ഥാനങ്ങളിലാവട്ടെ യാതൊരു തരത്തിലുള്ള ഒരു നീക്കമോ ഒന്നും തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ പോലീസിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളതും അതിന് തുടർച്ചയായിട്ട് തന്നെയാണ് ബുള്ളി ഡീൽ എന്നുള്ള ഒരു ആപ്പ് കൂടി പുതിയതായിട്ട് വരികയുണ്ടായത്. അപ്പം മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വംശഹത്യകളിൽ എങ്ങനെയാണ് മുസ്ലിം വിമൻ ബോഡിയെ ഹിന്ദു മെൻ എങ്ങനെയാണ് മുസ്ലിം വിമൻ ബോഡിയെ ഉപയോഗിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. മുസ്ലിം മെന്നിനെ അവർ ലിഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിന് മുന്നോടിയായി മുസ്ലിം സ്ത്രീകളെ ബലാത്സംഗം ചെയ്തതിന് ശേഷമാണ് അവരെ തീ കൊളുത്തുകയും അവരെ കൊല്ലുകയും ചെയ്യുന്നത്. സോ ഹൗ വൾണറബിൾ മുസ്ലിം വിമൻ ബോഡി ഈസ് വെരി വിസിബിൾ. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ നമുക്ക് സുള്ളി ഡീൽസിനെയും ബുള്ളി ബായിനെയും വായിക്കാവുന്നതാണ് മനസ്സിലാക്കുന്നത്. മുസ്ലിം വിമൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ മുസ്ലിം വിമൻ്റെ പബ്ലിക് സ്പേസിലുള്ള വിസിബിലിറ്റി അല്ലെങ്കിൽ അവരെ ഒരു സോഷ്യൽ മീഡിയ ആക്സസ് കിട്ടിയതിന് ശേഷം അവരെല്ലാവരും ആക്സെപ്റ്റ് ചെയ്യാൻ ശേഷമാണ് ഇങ്ങനെയുള്ള ഓൺലൈൻ സൈബർ അറ്റാക്കുകൾ നിരന്തരമായി നമുക്കറിയാം മുൻനിരയിൽ നിന്ന് പോരാടിയ എല്ലാ മുസ്ലിം വിമൻ ആക്ടിവിസ്റ്റുകൾ നിരന്തരമായി ഇതിനെതിരെ സൈബർ അറ്റാക്കുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇതിൽ എനിക്ക് തോന്നുന്നു ഇവർ മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വ മിസോജിനിസ്റ്റിക് ഐഡിയോളജിയാണ്. അല്ലെങ്കിൽ വിമൻ ബോഡി എന്നുള്ളത് എന്തും ചെയ്യാവുന്ന അല്ലെങ്കിൽ റേപ്പ് ചെയ്യാവുന്ന അല്ലെങ്കിൽ അതെത്രയും വൾണറബിൾ ആണെന്ന് മുന്നോട്ട് കണ്ടുകൊണ്ട് അതിനെ യൂസ് ചെയ്യാണ് ഹിന്ദു മെൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇതിൽ നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെൻ ഹിന്ദു മെൻ ആർ ടാർഗറ്റിംഗ് മുസ്ലിം വിമൻ അതിൻ്റെ അപ്പുറത്തേക്ക് അവരുടെ ഐഡിയോളജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു എയിം എന്ന് പറയുന്നത് അവരുടെ മോട്ടീവ് എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ തന്നെ ഡിമോണൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇവർ മുസ്ലിം വിമനെ അറ്റാക്ക് ചെയ്യുന്നത് അവർ വിമൻ ആയതുകൊണ്ട് മാത്രമല്ല അതിൻ്റെ അപ്പുറത്തേക്ക് മുസ്ലിം എന്നുള്ളൊരു കാറ്റഗറി ഉള്ളത് കൊണ്ടാണ് മുസ്ലിം വിമൻ അറ്റാക്ക് ചെയ്യപ്പെടുന്നത്. അതിലിപ്പോൾ കാണുന്ന സൈബർ അറ്റാക്കുകളും സുള്ളി ഡീൽസ് ബുള്ളി ബായ് പോലുള്ള സെയിലുകളും മുസ്ലിം വിമൻ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നതും അത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ തന്നെ നമ്മൾ ഇതിൽ അധികം മനസ്സിലാക്കണം. മുസ്ലിം വിമൻ എന്നുള്ള കാറ്റഗറി വിമൻ എന്നുള്ളക്കാളും മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഡിമോണൈസ് ചെയ്യാം എന്നുള്ളൊരു മോട്ടീവോട് കൂടിയാണ് സുള്ളി ഡീൽസ് ബുള്ളി ബായ് ആവട്ടെ അതിനുശേഷമുള്ള ക്ലബ് ഹൗസ് ചാറ്റ് ആവട്ടെ പാകിസ്ഥാനി ഈദിൻ്റെ ഒരു ദിവസം പാകിസ്ഥാനി സ്ത്രീകളെ ഇന്ത്യയിലുള്ള ഹിന്ദു മെൻ അവരെ സെയിൽ നടത്തുകയും യൂട്യൂബ് ചാനലിലൂടെ സെയിൽ നടത്തുകയും ഇങ്ങനെയുള്ളതൊക്കെയും ഇറ്റ് ഈസ് ജസ്റ്റ് നോട്ട് അബൌട്ട് ദ വിമൻ ബട്ട് ഇറ്റ്സ് അബൌട്ട് ദ മുസ്ലിം കമ്മ്യൂണിറ്റി. ഇറ്റ്സ് അബൌട്ട് ഡിമോണൈസിങ് ദ മുസ്ലിം കമ്മ്യൂണിറ്റി. ഇറ്റ്സ് അബൌട്ട് dehumanizing the Muslim community. It's just that they are selling the women of the community, women of the Muslim community. Thank you. നമ്മുടെ ഈ സെഷൻ ചെറിയ സമയം കൂടി സെക്കൻഡ് റൗണ്ടിൽ ആളുകളെ കേൾക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഓൾറെഡി നമ്മുടെ ഒരു സമയം 9:45 ആയിരിക്കുകയാണ്. ജസ്റ്റ് വി വിൽ ലിസൺ ആസിഫ് മുസ്തഫ for 2 minutes followed by Aditya Menon for 2 minutes, and inshallah we'll be concluding this session. Asif bhai, share something positive. Assalamu alaikum. So really an honor listening to all the speakers here. It was another honor talking to you. So at the end of the day, we should be focusing our efforts on 2 R's. The first R is remembrance. We would remember every atrocity that is done on us. We will This mic is not happy with me. So the moral, the end of the talk would be based on 2 R's. The first R is remembrance. We should remember every atrocity that has been done on us. We should remember every betrayal that even the Supreme Court did to us. We should remember all those shaheeds who were killed in the pogrom and the other rights. So the very first key is to remember.
And as I said, the fight of man against power is the fight of memory against forgetting. So we will win this second battle, inshallah. We will not let we won't forget and we won't let the state forget. The second part is resistance. With whatever capacity we have, with whatever resources we have, either we can act as an individual or we can act as an institution, we should resist. The fascism goes when resistance comes. So we will resist this. And the only mode of resistance that is possible is at road. So in Hindi, there is a very famous quote, जब सड़कें सुनसान होती हैं तो संसद आवारा हो जाता है. So when there is a peace at road, when you don't protest at road, the legislatures becomes mad. So when you want to fight their madness, you have to come to the road to protest peacefully. And that was why, and that was how Shaheen Bagh was built. So I hope we will remember these 2 hours. We'll remember everything and we'll fight. Assalamu alaikum. Thank you. Aditya Menon. Assalamu alaikum. I will add 2 more things in addition to what Asif Bhai said. The first is unity. I think one thing that the CAA protest and the events of the last 8 years have taught us is that irrespective of what our background is, irrespective of what our maslak is, in the end, we are reduced to our primary identity of being Muslims. This unity we should not let go of under any circumstances. And the second is courage. We have seen, we have learned through whatever our traditions are, we have read, we have been told of worst oppressors. हमें निमरूद और फिरौन के बारे में बताया गया है. That we saw oppressors like Nimrud, Pharaoh, and we spoke truth in front of them without being afraid. I think we should not let go of these 2 things. So I pray for unity and I pray for courage. I pray for sabr for all of us and for all those who are Mazloom and all those who are oppressed. Thank you very much for calling us here. താങ്ക് യു. ഈ സെഷൻ അവസാനിക്കുകയാണ്. 4 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ അതിഥികളിൽപ്പെട്ട 2 പേർ അവസാനമായിക്കൊണ്ട് നമ്മളോട് സംസാരിച്ചത്. 4 കാര്യങ്ങളും വളരെ പ്രധാനമാണ്. നമ്മുടെ ആസിഫ് സംസാരിച്ച തെരുവിൻ്റെ ഒരു സമ്മർദ്ദ ശക്തിയെപ്പോലെയുള്ള കാര്യങ്ങൾ, നമ്മുടെ ഒരു രാഷ്ട്രീയ ശാക്തീകരണം, ഒരു സാമൂഹിക ജനവിഭാഗം എന്ന നിലയിൽ സ്വയം ശാക്തീകരിക്കപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ ഓർമ്മ സമരമാണ് എന്നുള്ളത് എപ്പോഴും സോളിഡാരിറ്റി സമൂഹത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഓർമ്മകൾ നിലനിർത്തുക എന്ന് പറയുന്നതും ഓർമ്മകൾ നിലനിർത്തുന്നത് കേവലം നിലനിർത്താൻ വേണ്ടിയല്ല എന്ന് മുന്നോട്ട് പോക്കിനുള്ള ഒരു ഊർജം ആവാഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമരായുധം എന്ന നിലയിൽ തീർച്ചയായും നമുക്കിടയിൽ ഓർമ്മകൾ നിലനിൽക്കേണ്ടതുണ്ട്. ആദിത്യ മേനോൻ പറഞ്ഞിട്ടുള്ള യൂണിറ്റി എന്ന് പറയുന്നത് ഈ വേദി അതിൻ്റെ വളരെ വളരെ മനോഹരമായ ഒരു പരിച്ഛേദമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. മഹാരാഷ്ട്രയിൽ നിന്നുള്ള സൽമാൻ അഹമ്മദ്, ആസാമിൽ നിന്നുള്ള റജാഉൽ, ഡൽഹിയിൽ നിന്ന് ആസിഫ് മുസ്തഫയെ പോലുള്ളവർ, വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയ സംഘാടന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, ഈ വിഷയത്തെക്കുറിച്ച് നിരന്തരം ആലോചിക്കുകയും എഴുതുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന, ഈ വിഷയത്തിൽ പ്രത്യേക ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആദിത്യ മേനോനെയും ഷഹീൻ അബ്ദുള്ളയെയും പോലെയുള്ള മാധ്യമപ്രവർത്തകർ, ഷഫറിനെ പോലെയുള്ള വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയ നേതാക്കൾ, ഇതല്ലാതെയും ധാരാളം ആളുകൾ, ഒരുപക്ഷെ നമ്മളിവിടെ ക്ഷണിച്ചിട്ട് വരാതെ പോയ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള വലിയ റഹ്മാനിയെ പോലെയുള്ള ആളുകൾ, നർഗീസ് ഖാലിദ് സൈഫിയെ പോലെയുള്ള വനിതകൾ, അലി ജോഹറിനെ പോലെയുള്ള ആക്ടിവിസ്റ്റുകൾ, വളരെ വിശാലമായ, തീർച്ചയായും വളരെ വിശാലമായ ഒരു ഹിന്ദുത്വ ഫാഷിസ്റ്റ് വിരുദ്ധ സാമൂഹിക രാഷ്ട്രീയ മുന്നണിക്കുള്ള ഒരു ആഹ്വാനം കൂടിയാണ് യഥാർത്ഥത്തിൽ സോളിഡാരിറ്റിയുടെ ഈ സമ്മേളനത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ സെഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പുതിയ പ്രചോദനമായി നമ്മുടെ ധീരതയും നമുക്കിടയിലുള്ള ഒരു ഒരുമയും ഐക്യവും നമ്മുടെ ഒരു
ഒരു സമർപ്പണ ബോധവും ഈ പ്രതിസന്ധികളെ വകഞ്ഞുമാറ്റി മുന്നോട്ട് പോകുവാനുള്ള ഒരു വലിയ ആത്മവിശ്വാസവും പകരുന്ന തരത്തിൽ ഈ സെഷൻ ഉപകാരപ്പെടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ സെഷൻ്റെ അതിൻ്റെ ഔപചാരികമായ കൺക്ലൂഡിംഗ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. എല്ലാവർക്കും I thank each and every speakers who have come here by accepting the humble invitation of Solidarity Youth Movement. Again, we are sorry we could give only few minutes for you to speak up here, but I think that you will be understanding our own limitation, because always, every time, anti-fascist front will be this much large. So that's our limitation, but that's our possibility. Hope we can proceed with more strength and courage. Thank you one and all. Assalamu alaikum. ഹലോ. തുടർന്ന് ഈ വേദിയിൽ നമ്മുടെ അതിഥി ആസിഫ് മുജ്തബയുടെ ഒരു ഫോട്ടോ ബുക്ക് ഹം ദേഖേംഗ എന്ന പേരുള്ള ഫോട്ടോ ബുക്ക് നമ്മുടെ അതിഥികളെല്ലാവരും ചേർന്ന് പ്രകാശനം ചെയ്യുന്നതാണ്. I request our guest to release the photo book of Mr. Asif Mujtaba, the name Hum Dekhenga. Please stand up and ആസിഫ് മുജ്തബയുടെ ഹം ദേഖേംഗെ എന്ന ഫോട്ടോ ബുക്കിൻ്റെ പ്രകാശന കർമ്മമാണ് ഈ വേദിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. തുടർന്ന് നമ്മുടെ അതിഥികൾക്കുള്ള മൊമെൻറ്റോ വിതരണമാണ്. Solidarity honoring with our memento for all our guests. I request Jumail PP, General Secretary of Solidarity Youth Movement, to give the memento to Mr. Aditya Menon. I request Jumail PP to hand over the memento and request Aditya Menon to receive the memento of Solidarity Youth Movement. Okay. Next, I request Dr. Alif Shukur, Secretary Solidarity, to hand over the memento to Riyaul Haq Karim. I request Mr. Riyaul Karim to receive the memento. Rijaul Karim. Next memento to Muhammad Imtiaz Hussain. I request Farmis Bibi, State Committee Member, Solidarity Youth Movement, to give the memento to Mr. Muhammad Imtiaz Hussain. The next memento to Mr. Asif Mujtaba. I request Dr. Ansar Abu Bakr, State Committee Member, Solidarity Youth Movement, to give the memento to Asif Mujtaba. The next memento to Mr. Salman Ahmad, President SAU of India. I request Dr. Safir V to hand over the memento to Mr. Salman Ahmad. Thank you. The next memento to Mr. Labid Shafi, President Solidarity Karnataka. The memento is given by Secretary Solidarity Kerala, Anas PA. So Anas PA. അടുത്ത മൊമെൻറ്റോ ഷംസീർ ഇബ്രാഹിമിന് മൊമെൻറ്റോ നൽകുന്നതിന് സോളിഡാരിറ്റി സംസ്ഥാന സെക്രട്ടറി നൌഷാദ് സിയെ.
നൗഷാദ് സി. അടുത്ത മൊമെൻറ്റോ നൽകുന്നത് റാസിഖ് റഹീമിനാണ്. മൊമെൻറ്റോ നൽകുന്നത് സോളിഡാരിറ്റി സംസ്ഥാന പ്രവർത്തക സമിതി അംഗം അഡ്വക്കേറ്റ് നിസാർ കെ എസ്. മൊമെൻറ്റോ നൽകുന്നതിന് നിസാർ കെ എസിനെയും മൊമെൻറ്റോ ഏറ്റുവാങ്ങുന്നതിനായി റാസിഖ് റഹീമിനെയും ക്ഷണിക്കുന്നു. അടുത്ത മൊമെൻറ്റോ SIO ജനറൽ സെക്രട്ടറി അൻവർ സലാഹുദ്ദീൻ. മൊമെൻറ്റോ നൽകുന്നത് സോളിഡാരിറ്റി സംസ്ഥാന സെക്രട്ടറി ഫാരിസ് ഓക്കെ. മൊമെൻറ്റോ നൽകുന്നതിന് ഫാരിസ് ഓക്കെയും ഏറ്റുവാങ്ങുന്നതിന് അൻവർ സലാഹുദ്ദീനെയും ക്ഷണിക്കുന്നു. അടുത്തതായി മൊമെൻറ്റോ നൽകുന്നത് ഫ്രട്ടേണിറ്റി കേരള ആക്ടിംഗ് പ്രസിഡന്റ് ഷെഫ്രിനാണ്. മൊമെൻറ്റോ നൽകുന്നത് സോളിഡാരിറ്റി സംസ്ഥാന സെക്രട്ടറി അനസ് എ. മൊമെൻറ്റോ നൽകുന്നതിന് അനസയെയും ഏറ്റുവാങ്ങുന്നതിന് ഷെഫ്രിനെയും ക്ഷണിക്കുന്നു. സോറി, അനസ് പി എ. അടുത്ത മൊമെൻറ്റോ നിദ പർവീനുള്ള മൊമെൻറ്റോ നൽകുന്നത് സോളിഡാരിറ്റി സംസ്ഥാന സെക്രട്ടറി ഷബീർ സി കെ. മൊമെൻറ്റോ നൽകുന്നതിന് ഷബീർ സി കെയും ഏറ്റുവാങ്ങുന്നതിന് നിദ പർവീനെയും ക്ഷണിക്കുന്നു. സമ്മേളനത്തിൻ്റെ ജനറൽ കൺവീനർ കൂടിയായ ഷബീർ സി കെയെ ക്ഷണിക്കുന്നു. അടുത്ത മൊമെൻറ്റോ GIO സെക്രട്ടറി സമർ അലിക്കുള്ള മൊമെൻറ്റോ നൽകുന്നത് സോളിഡാരിറ്റി സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി അസ്ലം അലിയാണ്. മൊമെൻറ്റോ നൽകുന്നതിന് അസ്ലം അലിയെയും ഏറ്റുവാങ്ങുന്നതിന് സമർ അലിയെയും ക്ഷണിക്കുന്നു. അടുത്തതായി മൊമെൻറ്റോ നൽകുന്നത് ഷഹീൻ അബ്ദുള്ളക്കാണ്. മൊമെൻറ്റോ നൽകുന്നതിനായി സോളിഡാരിറ്റി സംസ്ഥാന സമിതി അംഗം KK അഷ്റഫ്. മൊമെൻറ്റോ നൽകുന്നതിനായി KK അഷ്റഫിനെയും ഏറ്റുവാങ്ങുന്നതായി ഷഹീൻ അബ്ദുള്ളയെയും ക്ഷണിക്കുന്നു. യുവത്വം ഫാസിസത്തിന് പ്രതിരോധമൊരുക്കുന്നു. യൂത്ത് മൊമെൻറ്റം ഇവിടെ സമാപിക്കുകയാണ്. നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി സോളിഡാരിറ്റി സംസ്ഥാന സമിതി അംഗം ഡോക്ടർ അൻസാർ അബൂബക്കറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. हेलो। सीढ़ियाँ उनके लिए बनी है जिनको छत पर जाना है, आसमान में हो जिनका नज़र उनके लिए रास्ता खुद बनाना है। अल्हम्दुलिल्लाह अल्हम्दुलिल्लाह रब्बिल आलमीन। अल्लाहुम्मा सल्लि अला सय्यिदिना मुहम्मदिन व अला आलि मुहम्मद व मन तबिअहुम बिइह്സാൻ ഇലാ യൗമിദ്ദീൻ. സോളിഡാരിറ്റി സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി നടന്ന യൂത്ത് മൊമെൻറ്റം പരിപാടി ഇവിടെ സമാപിക്കുകയാണ്. ഇന്ത്യയിൽ ലഭ്യമാകുന്ന ഒരു നല്ല പാനലിനെ തന്നെ നമുക്ക് ഇവിടെ ഹാജരാക്കുവാൻ കഴിഞ്ഞു എന്നതിലെ ചാരിതാർത്ഥ്യം ആദ്യമേ ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. ഈ പരിപാടിയിൽ, ഈ വൈകിയ വേളയിൽ ഈ പരിപാടിയിൽ സംഗമിച്ച ഓരോ അതിഥിയുടെയും പേരെടുത്ത് പറഞ്ഞ് നന്ദി പറയുവാൻ ഞാൻ സമയം വിനിയോഗിക്കുന്നില്ല. മറിച്ച് ഇവിടെ സോളിഡാരിറ്റിയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുകയാണ്. मैं शुक्रगुजार हूँ आप सब यहाँ हमारा दावत का जवाब देकर यहाँ मौजूद आया हैं. मैं शुक्रगुजार हूँ. जज़ाकल्लाह खैर. ഇവിടെ ഈ സംഗമം ആദ്യാവസാനം ക്ഷമയോടുകൂടിയിരുന്ന് കേട്ട എൻ്റെ മുമ്പിലിരിക്കുന്ന
സഹപ്രവർത്തകർക്ക് കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ സംഘാടകർക്ക് കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ZTV സരിഗമപ ഫെയിം ജാസിം ജമാൽ, മീഡിയ വൺ 14 രാവ് ഫെയിം മുർഷിദ് എന്നീ പ്രമുഖ ഗായകരും കേരളത്തിലെ പ്രമുഖരായ മ്യൂസിഷ്യൻസും അണിചേരുന്ന ഗാനസന്ധ്യയാണ് ഈ വേദിയിൽ അടുത്തതായി അണിഞ്ഞൊരുങ്ങുന്നത്. ഗാനസന്ധ്യയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ നടക്കുന്നതിനിടക്ക് ഇനി ഭക്ഷണം കഴിക്കാൻ ബാക്കിയുള്ള പ്രതിനിധികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിക്കാവുന്നതാണ്.